ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ടില്ല വീഡിയോ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ലവ് സ്റ്റോറി അല്ലാട്ടെ, ലവ് സ്റ്റോറി പറയാം. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല എങ്കിലും കൂടി ഞാൻ ഒരു വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ വരാറുണ്ട് നമുക്ക്. ഇന്നലെ വലിയ ഇതിൽ രണ്ടുപേര് വന്നിട്ട് വല്ലാണ്ട് കമന്റ് ഇട്ട് ഇതാക്കുന്നുണ്ട്. സാധാരണ ഞാൻ നെഗറ്റീവ് കമന്റ് വന്നാൽ ഒന്നെങ്കിൽ 2 റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്യുക ചെയ്യാറ്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ വെറുതെ വന്നിട്ട് എല്ലാ വീഡിയോസിലും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞവർക്ക് പറയാം. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് പല കമന്റും ഇടാം. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ അതിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അപ്പൊ അത് പറയുന്നവരുണ്ട്, ചേച്ചി അത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യാടുന്നില്ല, അങ്ങനെയൊക്കെ അതൊക്കെ ഓക്കെ, അതൊന്നും നെഗറ്റീവായിട്ട് കൂട്ടില്ല. പക്ഷെ ഒരാവശ്യമില്ലാണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ തന്നെ പറയാം. ഞാൻ പറഞ്ഞ ഒരു നസ്രിയ ആന്റീനെ, ഞാൻ 10 നാൾ ആന്റീനെ വിളിച്ചിരുന്നു. നസ്രിയ താത്തയ്ക്കും ഷാഹിമോൾ താത്തയ്ക്കാണ് പ്രശ്നം. ബാക്കി ഞാനിങ്ങനെ പോയി ഒരു 4-5 അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ള ആളാണ് കേട്ടോ. ആവശ്യമില്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുമ്പോ എന്താ വെച്ചാൽ അവരെ കുറിച്ച് നെഗറ്റീവ് അടിക്കുന്നവരെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മള് ഒരാള് നമ്മൾ പറയുമ്പോൾ ഞാൻ വേറെ ഒന്നല്ല, ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയണ്ടായിരിക്കും. ഒരു കമന്റ് ഇടുമല്ലോ, ആ കമന്റിന്റെ ഒരു സൈഡിൽ അവരുടെ പ്രൊഫൈലിലെ കുഞ്ഞിപ്പോ എല്ലാണെങ്കിൽ എല്ലാവും ചിലപ്പോൾ അവരുടെ ഫോട്ടോയാവും. അതുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം കമന്റ് ഇട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം നോക്കും, ഒരു നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഫീൽ ആവുന്ന രീതിയിൽ വല്ല കമന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും, അവരുടെ മുന്നേ വല്ല കമന്റ് ഇട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവരുണ്ട് ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇട്ടുണ്ടായിരിക്കും, ചേച്ചി അടിപൊളി വീഡിയോസ് ആണ്, ഒന്നും വേണ്ട, നമുക്ക് 100K ആയ സമയത്ത് അതില് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കമന്റ് കണ്ടാൽ മതിക്ക്. അപ്പൊ എനിക്ക് മനസ്സിലാവും നമ്മൾ ആ വീഡിയോയിൽ അവരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇത് സംഭവം ഫുൾ നെഗറ്റീവ് മാത്രം പറയുള്ളൂ. ഏത് വീഡിയോ ആയാലും, അപ്പൊ നല്ല വീഡിയോ ചെയ്ത വീഡിയോ എന്നല്ല, ഏത് വീഡിയോ എടുത്താലും ഫുൾ നെഗറ്റീവ് മാത്രം പറഞ്ഞ ആളുടെ കാര്യം മാത്രം പറയട്ടോ. അല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ തെറ്റുള്ള തെറ്റ് പറയാം, ശരിയുള്ള ശരി പറയാം, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്. കാരണം നിങ്ങളൊരു സപ്പോർട്ട് തന്നെ നമ്മളിവിടെ എത്തിയതും അത് ഇങ്ങനെ നടന്നു പോകുന്നതും. അപ്പോൾ നെഗറ്റീവ് ഉള്ളവരെ കാര്യം പറഞ്ഞത്, നെഗറ്റീവ് അടിക്കുന്നവരെ കാര്യം. ഇതിപ്പോ ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഒരു വാട്ടയിട്ട് ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടത് നമ്മൾ ഇന്നലെ ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രേക്ക് വന്ന ടൈമിലാണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെയാണ്, പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും പോകേണ്ടത് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ഞാൻ അന്നൊരു ദിവസത്തേക്ക് ഇടാളേക്ക് ഞാൻ പറയാറില്ല, ഞാൻ യൂട്യൂബ് ഒരു ജോബ് പോലെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ദിവസത്തേക്കുള്ള വീഡിയോ തലേന്ന് അല്ലെങ്കിൽ അന്ന് രാവിലെ സെറ്റ് ചെയ്ത് വെക്കും. ഒരു ദിവസത്തേക്ക് ഇത്ര വീഡിയോ ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാറില്ല, ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 3 ഷോർട്സ് ഒക്കെ ഇടണമെന്നുണ്ട്. കാരണം നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് യൂട്യൂബിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും റവന്യൂ കിട്ടണമെങ്കിൽ നമ്മളത് ഒരു ജോലി ചെയ്യണ പോലെ തന്നെ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ വന്ന കമന്റ് അതാണ് ഫസ്റ്റ് ഞാൻ പറയാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു പ്ലാനിൽ ഇനിയിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്കും കൂടി ആട്ടാ ഒരു ദിവസം എങ്ങനെ പോയാലും 3 ഷോർട്സ് ഇടുക. അതുപോലെ തന്നെ 2-3 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ലോങ് വീഡിയോയും ഇടുക. അങ്ങനെ ഇടുമ്പോൾ ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വാച്ച് അവർ കൂടാനും അതുപോലെ തന്നെ ഏർണിങ്സിലേക്ക് എത്താനും അല്ലെ, എല്ലാത്തിലേക്കും പെട്ടെന്ന് എത്താൻ പറ്റും. അല്ലാണ്ട് നമ്മളിപ്പോ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോ ഇട്ട് പോയിട്ട് സ്റ്റാർട്ടിംഗ് ആയാലും കുറെ നെഗറ്റീവ് വരുമ്പോഴും ഇവിടെ പറയും കുറെ നെഗറ്റീവ് വരുന്നുണ്ട്, ഇനി ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുക. പറയണവര് പറഞ്ഞോട്ടെ, പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ഇതിപ്പോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വരുന്നവർ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇപ്പോ നസ്രിയ പറഞ്ഞ ആള് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ആളെ കുറിച്ച് മെൻഷൻ ചെയ്തു. ബാഡ് കമന്റ് എന്ന് വെച്ചാൽ പുച്ഛം. അപ്പൊ ഈ പുച്ഛിക്കാനുള്ള അർഹത അവർക്ക് ഉണ്ടോന്ന് നമുക്ക് അറിയണമെന്നുണ്ടാവൂല. അപ്പൊ ഞാൻ പരമാവധി പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിയപ്പോ നസ്രിയ താത്ത ഇട്ടേക്കണ വീഡിയോ എന്താ വെച്ചാൽ ക്രാഫ്റ്റിന്റെ എന്തോ ഇട്ടുണ്ട്. താത്ത അങ്ങനെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ആള് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ എന്തെങ്കിലും. അതുപോലെ ഷാഹിമോളെ തോന്നുന്നു കുറെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട്, എവിടെ എത്തിയിട്ടില്ല. അല്ലാണ്ട് നമ്മള് അപ്പുറത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അവരോട് നെഗറ്റീവ് കമന്റ് ഇട്ടോ നിങ്ങൾ നേരം മുകളില്ല. നിങ്ങൾ പ്രയത്നിക്കുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണും. അല്ലാണ്ട് അപ്പുറത്ത് പോയിട്ട് ബാഡ് കമന്റ് ഇട്ടോ നിങ്ങൾ ഒരിക്കലും ഒരു യൂട്യൂബിലും അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒന്നും ആവുന്നില്ല. അത് ഈഗോ വെച്ചിരിക്കലുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്കുക, അതിൽ കോൺസെൻട്രേഷൻ ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവരിൽ പോയിട്ട് നെഗറ്റീവ് അടിക്കലുണ്ട്. അത് ആവശ്യമില്ലാത്ത കമന്റ് ഒരു ബന്ധുവില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കേട്ടോ, ഇന്നലെ ഇട്ട വാട്ടയിട്ടിലെ വീഡിയോ കണ്ടറിയാം. ഗായത്രി സുധീർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയായിട്ട്, അത് നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണ്. ഞാൻ എപ്പോഴും നമ്മള് കമന്റ് കാണാറുണ്ട്. മുമ്പൊക്കെ എന്തായാലും ആ കുട്ടിയുടെ പ്രൊഫൈലിലേക്ക് കണ്ടറിയാം ഗായത്രി. അതുപോലെ കുറെ പേരുണ്ട് അല്ലെ, അബീസ് ഫാമിലി ഫുഡ് ആ കുട്ടി, അവര് അങ്ങനെ കുറെ ചിത്തിര വിഷ്ണു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും അവര് പറയാൻ നമുക്ക് നല്ലതിനാവും. എടാ അത് അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, നമുക്ക്
തിരുത്താൻ പറ്റും. നമുക്ക് ഒരാൾ പറഞ്ഞാലേ നമ്മുടെ ഫാൾട്ട് നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ നമ്മുടെ ഷോർട്സിലെ കമന്റ് സെക്ഷൻ ഉണ്ടല്ലോ, ഒരു ഫാമിലി പോലെ കാണാറ്. കാരണം ഡെയിലി എന്ത് വീഡിയോ ഇട്ടാലും കമന്റ് ചെയ്യണ കുറെ പേരുണ്ട്. ആരെങ്കിലും പേര് എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വായിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് നിമിഷമായിട്ടും വായിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മിനിറ്റ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയില് ഗായത്രി സൂര്യ ഇട്ടു ഒന്നുമില്ല കേട്ടോ. പണ്ട് ഞാനൊക്കെ ഇടുന്ന കമന്റ് സൂര്യ റിപ്ലൈ ചെയ്യുമായിരുന്നു. ഇപ്പൊ റിപ്ലൈ പോയിട്ട് ലൈക്ക് പോലും ഇല്ല. വലിയ യൂട്യൂബർ ആയതുകൊണ്ടാവും ലൈക്സ്. ഓക്കെ, അതില് പോയിട്ട് ലൈക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞവരെ ഞാൻ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ വലിയ യൂട്യൂബർ ആയതുകൊണ്ടാവൂലേ പറഞ്ഞ സംഭവിക്ക് നന്നായി ഹേർട്ട് ചെയ്തു. കാരണം ഞാൻ ഇതുവരെ വലിയ യൂട്യൂബറാണ്, ഞാൻ എവിടെ എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ലല്ലോ. എനിക്ക് പക്ഷെ അതിൽ ഹേർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, വലിയ യൂട്യൂബർ ഞാൻ ഇതുവരെ ഞാനൊരു യൂട്യൂബർ ആണെന്നുള്ളൊരു പട്ടത്തിൽ ഞാൻ നടന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എങ്ങനെയാണോ വീഡിയോ ചെയ്ത് തരുന്നത് അതേ ഫ്ലോയിലാണ് ഞാൻ വീഡിയോസ് ചെയ്തു പോണത്. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ പ്രൊമോഷൻസ് കിട്ടുമ്പോൾ ഈ കൊളാബും പ്രൊമോഷനും പറയുമ്പോൾ ഏകദേശം ഒന്ന് തന്നെയല്ലേ. കാരണം ഇൻസ്റ്റയിലാണ് നമ്മൾ കൊളാബായിട്ട് ചെയ്യണമെന്ന് മാത്രം, അതൊരു പ്രൊമോഷൻ തന്നെയാണ്. അങ്ങനെ വല്ല പ്രൊമോഷൻസ് കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്ത് ആ പ്രൊമോഷൻ വീഡിയോ ഇടുമ്പോഴാണ് ഞാനൊരു യൂട്യൂബർക്കായി എന്ന് ഞാൻ ചിന്തിക്കണത്. അല്ലാത്ത പക്ഷം ഞാൻ നോർമലി ഒരു വീഡിയോ അങ്ങനെ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അതെന്തോ അത്ര ഇതായിട്ട്. പക്ഷെ ആ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളാ സിനിമ കണ്ടിട്ട് ബൈക്കുമ്മ വന്നില്ല, അല്ല ബൈക്കുമ്മ വരുമ്പോഴേ കണ്ടോ ഞാൻ വെറുതെ എടുത്തു നോക്കിയപ്പോ അതുവരെ ഒരു മണിക്കൂറോളം ഞാൻ വീഡിയോ ഇട്ടിട്ട് പോരുന്നല്ലാണ്ട് വേറെ ഒന്നും എടുത്തു നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ബൈക്കുമ്പോൾ വരുമ്പോൾ കമന്റ് ഒക്കെ എന്തൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുന്ന ടൈമിലാണ് ഈ ഒരു കമന്റ് കണ്ടത്. അപ്പൊ അതിൽ എനിക്ക് ആ ബൈക്കും വരുന്നൊരു ടൈപ്പ് ചെയ്യാൻ പറ്റും എന്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈകൂപ്പി. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വിൻഷാന്റെ ചോദിച്ചാൽ എഡിറ്റ് ചെയ്യണോന്ന് ഞാൻ കമന്റിന് റിപ്ലൈ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ വിൻഷാന്റെ വിചാരം ഞാൻ എഡിറ്റ് ചെയ്യാന്നാണ്. അപ്പൊ ഞാൻ സംഭവം റിപ്ലൈ, അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു എന്റെ പൊന്നു സഹോദരി ഇങ്ങനെ ഒന്നും പറയില്ലേ, ഞാനൊരു വീഡിയോ സിനിമ അതൊക്കെ പറഞ്ഞു കേട്ടോ, സിനിമ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്യണവര് തേജുവോ നിങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്യണവര് ഒരു ചെറിയൊരു ഇത് വരുമ്പോഴേക്കും ഇങ്ങനെ അടിച്ചതാക്കണ രീതിയിൽ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഫീലായി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 100K ആവണ വരെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഭയങ്കര സപ്പോർട്ടാണ്. ഒരു 100K കയറി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കും ഇവർക്ക് അഹങ്കാരം കൂടുന്നുണ്ടോ, ഇവരുടെ ലൈഫ് സ്റ്റൈല് മാറും. അതങ്ങനെയാണ്. അപ്പൊ ഞാനായാലും അങ്ങനെ ചിന്തിക്കുള്ളൂ. 100K കയറി കഴിഞ്ഞ് ഇവർക്ക് വല്ല മാറ്റം നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ ആ കണ്ണിലൂടെ കാണോണ്ട് തോന്നുന്നു അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരിക്കുക. പിന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൂടിപ്പോയ 10, 15, 20, 30 കമന്റ് അതൊക്കെ സിമ്പിളായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 100+ അല്ലെങ്കിൽ 200 അതിന്റെ മുകളിൽ കമന്റ്സ് വരുന്നുണ്ട്. അത് ഒരു വീഡിയോ ഒക്കെ ഇട്ടോ. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ ഒരു 3 വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കമന്റ്സ് വരും. എന്നാലും നിങ്ങൾക്ക് എന്റെ വീഡിയോ എടുത്തിട്ട് അതിലെ കമന്റ് സെക്ഷൻ നോക്കി നോക്കും ഞാൻ എത്രത്തോളം കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോ ചില മെസ്സേജ് കണ്ടില്ല വരാം. അത് നമ്മള് തെറ്റ് തന്നെയാണ്. പക്ഷെ മുന്നേക്ക് പറയുമ്പോൾ 10 കമന്റ് 20 കമന്റ് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇത് ചിലപ്പോൾ പെട്ടെന്ന് വരെ കമന്റുകൾ വായിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അടുത്ത വീഡിയോ ഇട്ടുണ്ടോ ചിലപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ പോകും. അപ്പൊ ഈ വീഡിയോ എല്ലാ കമന്റ്സിന്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് യൂട്യൂബിൽ വരില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. എല്ലാ കമന്റ്സിന്റെയും നോട്ടിഫിക്കേഷനിൽ കമന്റ് വരില്ല. ചിലത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ ഏർണിങ്സ് നോക്കാൻ മാത്രം എടുത്ത് നോക്കാറുള്ളൂ, ഒരു ആവറേജ് നോക്കാൻ. അപ്പൊ കുറെ കമന്റ്സ് അതിലത്തെ നോട്ടിഫിക്കേഷനിലേക്ക് പോവുക. പക്ഷെ അതെന്താ നമ്മളിങ്ങനെ എന്നാലും ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, ലൈക്കും കൊടുക്കാറുണ്ട്. ചിലർ വല്ല ലവോ കാര്യങ്ങളൊക്കെ വിട്ടു പോകും, ചില സ്റ്റിക്കറാവും, അതിന് പോയി ഞാൻ വല്ല ലൈക്കെങ്കിലും കൊടുക്കും. ഒരിക്കലും ഞാൻ കമന്റ് കണ്ടിട്ട് ഞാൻ കണ്ടില്ല എന്ന് അടിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അത് അപ്പൊ ആ കുട്ടിയുടെ കമന്റ് ചിലപ്പോൾ എനിക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് തോന്നി ഇവരെന്താ വലിയ യൂട്യൂബർ ആയതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംഭവം ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഇപ്പൊ 2-3 ദിവസമായിട്ട് യൂട്യൂബ് ഞാൻ അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ പറഞ്ഞോളൂ ഡെയിലി 2-3 വീഡിയോ ഫാമിലി വ്ളോഗ്, ഫാമിലി ഷോർട്സ് ഇടുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു ഷോർട്സിൽ ഒതുക്കും. പിന്നെ ഞാൻ വല്ല പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് ഇട്ടിരുന്നത് തേജുവിന്റെ ഒക്കെ. അപ്പൊ അത് 2-3 ദിവസമായിട്ട് നമുക്കൊരു എന്താ പറയാ എന്റെ കുറെ പേര് പറയുന്നുണ്ട് കാറ് വാങ്ങിക്കൂടെ. ശരിയാണ്, പക്ഷെ ഒരു കാറ് വാങ്ങിക്കണ്ട. വെറുതെ EMI കൂട്ടി വെച്ചിട്ട് കാര്യമല്ലോ. മാസം അവിടെന്റെ ആൾക്കാർ വരുമ്പോ അവരോട് ഇല്ല പറഞ്ഞിട്ട് കാര്യമല്ലോ. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ചെയ്യാൻ നമുക്ക് കാറ് വേണമെന്ന് ആഗ്രഹമില്ലെന്നല്ല, ആൾക്കാര് ആഗ്രഹങ്ങളുണ്ട്. അല്ല ഇതല്ല ഇപ്പൊ ഈ കാറ് വാങ്ങി വിചാരിക്കും. അപ്പൊ ആദ്യം വരും നസ്രിയത്താത്തയും ഷാഹിമോളും ഓടി വരും. 100K ആയി, പൈസയായി, കാറ് വരും. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ നസ്രിയത്താത്തയും ഷാഹിമോളും ഇട്ടാ. കാരണം നമ്മുടെ ഡ്രീമിലുള്ള ഒരു വീട്, കാറ്, ഇതൊക്കെ നമ്മുടെ ഡ്രീമിലുള്ളതാണ്. ലൈഫിൽ നമ്മുടെ ഡ്രീമിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എല്ലാ ഹാർഡ് വർക്ക് തന്നെ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് എത്ര കാലം വേണ്ടിയാലും നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ എത്ര കാലം വേണ്ടിയാലും
നമുക്ക് പൈസ എടുത്ത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വീട് വെക്കുകയാണെങ്കിലും കാറ് വാങ്ങണമെങ്കിലും പൈസ എടുത്ത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും. ഫാത്തിമ പറഞ്ഞ ആളെ നമുക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിൽ കൊണ്ട് മെസ്സേജ് ഇട്ടുണ്ട്. എന്തിനാ അങ്ങനെ പറയണത്? അവരൊരു യൂട്യൂബർ മാത്രമല്ല, ഒരു ഫാമിലി ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ഫാമിലിയിൽ തന്നെ ചെയ്യാനുണ്ട്. എല്ലാ കമന്റ്സിനും റീപ്ലൈ തരാൻ പറ്റുമോ? മാക്സിമം തരാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അത് നല്ലൊരു കമന്റാണ്. കാരണം അവർക്ക് അറിയേണ്ടത് ഇതല്ലാണ്ട് വേറെണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞിട്ട് പോയിട്ടോ ഫാത്തിമ. അപ്പൊ അതിന്റെ അടിയില് നമ്മുടെ ഷാഹിമോൾ താത്തക്ക് തോന്നുന്നു, ഷാഹിമോൾ താത്തയും നസ്രിയ താത്തയും കസിൻസാ തോന്നുന്നു. അവർ വന്നിട്ട് പറഞ്ഞിട്ട് ക്യാഷ് ചുമ്മാ വന്ന അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് സബ്സ്ക്രൈബേഴ്സ്, ക്യാഷ് വന്നോളും. തുടക്കത്തിൽ എല്ലാവരും വേണമായിരുന്നു. അപ്പൊ ക്യാഷ് തുടക്കത്തിലെ നമുക്ക് ഷാഹിമോളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരണം, അല്ലാണ്ട് വന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും പറഞ്ഞിട്ടില്ല. സപ്പോർട്ട് ചെയ്യാം, അല്ലാണ്ട് ബാഡ് കമന്റ് ഇട്ടില്ല. പിന്നെ 100K സബ്സ്ക്രൈബേഴ്സ് കയറിയെന്ന് വെച്ചിട്ട് ചുമ്മാ യൂട്യൂബ് നമുക്ക് റവന്യൂ തരില്ല. നമ്മൾ എങ്ങനെയാണോ വീഡിയോസ് ചെയ്യുന്നത് അതുപോലെ ചെയ്ത് പോയാൽ മാത്രമേ. ഇപ്പൊ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പൈസ കിട്ടില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഒരു ദിവസം നമ്മൾ വീഡിയോ ഇടാൻ ലാഗ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ യൂട്യൂബും ഡൗൺ ആവും. അപ്പൊ ഇനിയിപ്പോ ഷാഹിമോൾ താത്തയാണോ യൂട്യൂബിലെ റവന്യൂ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്നൊരു സംശയം ഉണ്ട്. വീണ്ടും ഫാത്തിമ മെസ്സേജ് ഷാഹിമോൾക്കെതിരെ ചുമ്മാ കയറണമെങ്കിൽ വല്ല ചാത്തൻ സേവയും വേണം. നല്ല എഫേർട്ട് എടുത്താലേ നല്ല പേര് 4 പേര് അറിയുള്ളൂ. ഒരു ചാനൽ തുടങ്ങി നോക്കണം. ഞങ്ങളും അതായത് നമ്മുടെ ഫാത്തിമ ഉണ്ടല്ലോ, ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവസാനം അടുത്തു, അവിടെ കിടക്കുന്നുണ്ട് ചാനൽ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വീട്ടുകാര്യങ്ങളും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൂടി നല്ല പണി എടുത്ത് തന്നെയാണ് നല്ലൊരു വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റും. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ നമുക്ക് പറയുന്നത് അത് എന്തായാലും ഫാത്തിമയ്ക്ക് അറിയുന്നുണ്ട്, ആള് കറക്റ്റ് പറയുന്നുണ്ട് കേട്ടാ. വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുന്നത് റീടേക്ക് എടുക്കലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്ലിക്ക് ആവണമെങ്കിൽ കുറച്ച് പണി ഉണ്ട് എന്നാണ് ആള് പറയണത്. പിന്നെ ഒരു പണിയും ഇല്ലാതെ നമുക്ക് വെറുതെ ഇരുന്ന് കണ്ട് കമന്റ്സ് ഇടാന സുഖമൊന്നും ഇത് ചെയ്യുമ്പോൾ ഫാത്തിമ പറഞ്ഞ ആള് വീഡിയോ ചെയ്തിരുന്ന ആളാണ്. അതിന്റെ ഒരു ഹാർഡ് വർക്ക് അവള് ചെയ്തിരുന്നു. പക്ഷെ ആൾക്ക് അതിന്റെ ഇത് കിട്ടിയ റിസൾട്ട് കിട്ടിയില്ല. മീൻസ് പിന്നെ അത് നിർത്തി തോന്നുന്നു. അതിന്റെ ബുദ്ധിമുട്ട് ആൾക്കറിയാം. ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴും ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ അതിന്റെ കമന്റ് വായിക്കുമ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആൾക്കറിയാം. അതുകൊണ്ട് ആളെ അതിന്റെ അടിയിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടത്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മെസ്സേജ് ഇട്ടത്. അപ്പൊ മെയിൻ ആയിട്ട് ഷാഹിമോളുടെ പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഷാഹിമോളുടെ ആ പൊട്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞോടാ അങ്ങനെ ചുമ്മാ ഇരുന്ന് ക്യാഷ് ഒന്നും കിട്ടില്ല, അങ്ങനെ പൊട്ടത്തരം പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ ഈ പറയുന്ന ഷാഹിമോൾക്കും എത്ര റവന്യൂ കയറുണ്ടാവൂലേ? ഈ ഷാഹിമോളും നസ്രീം പറഞ്ഞ ആൾക്കാര് അവര് വീഡിയോ തുടങ്ങാൻ നോക്കി, സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ക്ലിക്ക് ആയില്ല. അപ്പോ അവരോട് എന്താ പറയാ, ഇത് ഒരിക്കലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. ഒന്നും അങ്ങനെ ആരും ഈ യൂട്യൂബേഴ്സ് ആരും അങ്ങനെ വന്നല്ല. എങ്ങനെയും ഇപ്പൊ ഇവിടെയായാലും 3-4 ഷോർട്സ് ഒക്കെ ആളിട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഈ പൊസിഷനിൽ എത്തിയത്. അത് നിങ്ങളുടെ സപ്പോർട്ടിന്റെ തന്നെയാണ്. അപ്പൊ അവരോട് എന്താ പറയുക, ഈ നസ്രിയോട് ഷാഹിദോട് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, 2-3 ഷോർട്സ് ഇടുക. എന്നിട്ട് അതിലത്തെ കമന്റ് വായിക്കുക, അല്ലാണ്ട് അപ്പുറത്തെ കമന്റിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞവര് പറയും കമന്റ് ബോക്സ് എന്തിനാ ഓൺ ആക്കി വെക്കണം, ഓൺ ആക്കിയോണ്ടല്ലേ എന്ന്. കമന്റ്സ് ബോക്സ് ഓൺ ആക്കി വെക്കുന്നത് കമന്റ്സ് വരാൻ വേണ്ടിട്ട് തന്നെയാണ്. കമന്റ്സ് വരിക മാത്രമല്ല അതിനുള്ള റിപ്ലൈയും കൂടി കൊടുക്കാം കമന്റ് ബോക്സിൽ. അതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തത് കേട്ടോ. നിങ്ങൾ കമന്റ് ഇട്ടോ പ്രശ്നമല്ല, പക്ഷെ മണ്ടത്തരങ്ങൾ പിടിച്ച കമന്റ് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഷാഹിമോൾക്ക് വെറുതെ യൂട്യൂബ് റവന്യൂ കൊടുക്കേണ്ടി തോന്നുന്നു. കാരണം ആള് കുറെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, വെറുതെ കിട്ടുന്നുണ്ട് തോന്നുന്നു. അതാ തോന്നുന്നു വെറുതെ ചുമ്മാ റവന്യൂ കിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ആൾക്ക് കിട്ടുന്നുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു റവന്യൂ ഒരു പണിയെടുക്കാണ്ട് ഒരാളൊരു ശമ്പളം തരില്ല. അത് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്, അതിന്റെ ഹാർഡ് വർക്ക് ഉണ്ട്, നല്ല പണിയുണ്ട് ഇവിടെ. നിങ്ങളിപ്പോ ഇവിടെ ഞങ്ങൾ പുറത്തു പോയി പണിയെടുക്കുന്ന ഞാൻ പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ആളാ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളല്ല. അപ്പൊ അവൾക്ക് വീട്ടില് അതിനായിട്ടും കൂടുതൽ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് 3 വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടലും, പിന്നെ വീട്ടിലത്തെ പണി നോക്കലും, പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കലും ഒന്നും എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം ഒത്തിരി ഹാർഡ് വർക്ക് തന്നെ ഉണ്ട് അതിന്റെ ബാക്കില്. അല്ലാണ്ട് ഒരാളും ഇതിന്റെ മുകളിലേക്ക് എത്തില്ല. നിങ്ങളിപ്പോ ഇതിൽ കമന്റ് ഇടാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്ര അവളുടെ വീഡിയോ റീച്ച് ആയ കാരണമാണ് അല്ലേ. അല്ലാണ്ട് ഒരാളും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരിക്കലും നടക്കില്ല. പിന്നെ അതല്ല, നമ്മള് അനാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നില്ല. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ റൊമാൻറ്റിക് വീഡിയോ പോലും ഇടുന്നില്ല. അപ്പൊ സാധാരണ എല്ലാ ഇൻസ്റ്റഗ്രാം യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല, ഒരുവിധം ഫാമിലി വ്ളോഗിലും വന്നിട്ട് എല്ലാവരും കൊണ്ടിട്ട് ഇടുന്നത് റൊമാൻസ് ഓവറാകും അങ്ങനത്തെ ടൈപ്പിലുള്ള കമന്റ്സിലാണ് നെഗറ്റീവ് പിടിച്ച് കയറാറ്. നമ്മുടെ അങ്ങനത്തെ ഇടയില്ല. നമ്മുടെ ഇപ്പൊ നെഗറ്റീവായിട്ട് പറയാനുള്ള രീതിയിലുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല.
അപ്പൊ ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് പറയാം. ചിലവരുടെ പ്രശ്നം ഞാൻ കാലുമ്മ ചരട് കെട്ടണത് ചോദിച്ചിട്ട് അതിന്റെ മുകളിലാണ് കുറച്ച് പേരുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അത് നമുക്ക് പിന്നെ അതല്ല, നമ്മള് 1 year ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിന് മുന്നൊക്കെ ഞങ്ങൾ 2 പേര് ഞങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇൻസ്റ്റയിലും യൂട്യൂബായാലും ടിക്ടോക്കായാലും നമ്മളാരും ഇങ്ങനെ ബാഡായിട്ട് നമ്മള് ചിത്രീകരിച്ചിട്ടില്ല. ഇഷ്ടം തോന്നി ലൈക്ക് അടിക്കുക, അല്ലാണ്ട് എന്തെങ്കിലും നല്ലത് തോന്നി നല്ലത് പറയാ. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പൊട്ട തോന്നിപ്പോയാലും നമ്മൾ പൊട്ടാന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ കൾച്ചറാണ്. നമ്മളെന്തായാലും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം, പക്ഷെ നിങ്ങളത് പറയുമ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരാണോ എന്ന് നോക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നസ്രിയ താത്തയ്ക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ആളുടെ കമന്റ് കണ്ടപ്പോൾ ആളുടെ പ്രൊഫൈൽ ആളുടെ നിന്ന് വേറെ കമന്റ് വന്നിട്ടുണ്ടോ നോക്കിയത്. കാരണം അത് ഞാൻ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു കമന്റ് വരുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടോ അതിൽ ഇവരുടെ പ്രൊഫൈൽ ഇങ്ങനെ തൊട്ടാണ്ടല്ലോ നമ്മുടെ വീഡിയോസിലിട്ട കമന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അതാ നോക്കുക, ഒറ്റ കമന്റിന് ഒരു വീഡിയോക്ക് വന്ന കമന്റിന് വേണ്ടിട്ടല്ല നമ്മള് കുറെ വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എല്ലാ വീഡിയോയിലും വന്നുള്ള കമന്റുള്ള അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ നോക്കുക, അവരിട്ട കമന്റിന് ഒന്നും വേണ്ട, നമുക്ക് 100K ആയ സമയത്ത് ഒരു കൺഗ്രാറ്റ്സ് എന്നുള്ള ഒരു കമന്റ് കണ്ടാൽ നമ്മൾ ഹാപ്പിയാ. അവര് നമ്മുടെ നല്ലൊരു മൊമെന്റിൽ നമ്മുടെ കൂടെ നിന്നവരാ, അത്രേ നോക്കുള്ളൂ. അപ്പൊ അതിലൊന്നും ഒരു കമന്റും ഇല്ല കേട്ടോ, അതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ക്യാഷും തുടങ്ങിയത് വീഡിയോ ഓവർ ആകും. ആര് പറഞ്ഞു വീഡിയോ കുറയുന്നുണ്ടെന്ന്? ക്യാഷ് കൂട്ടി തുടങ്ങിയപ്പോൾ വീഡിയോ ഓവർ ആകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് കൊടുക്കുന്നത് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. ഇത് തോന്നുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞല്ലോ വീഡിയോസ് കുറവാകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം എനിക്ക് വീഡിയോ കുറവാകുന്നുണ്ട്. പിന്നെ ആരോ 2-3 പേര് കമന്റ് ഇട്ട് കണ്ടു, ചേച്ചി വീഡിയോസ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു വരികയാണല്ലോ എന്നുള്ള കമന്റും കണ്ടു. ശരിയാണ്, അത് നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെയിലി 3 വീഡിയോ ഷോർട്സ് എങ്ങനെ പോയാലും ഞാൻ ഇട്ടിരുന്ന ഒരാളാണ്. പിന്നെ 2 ദിവസം ഗ്യാപ്പിലോ അല്ലെങ്കിൽ 3 ദിവസത്തെ ഗ്യാപ്പിലോ ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അത് കാണുന്നവർക്ക് അറിയണ്ടായിരിക്കും. അപ്പൊ അത് നസ്രിയനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നസ്രിയെ. പിന്നെ ഉള്ളത് കൊണ്ടുവന്നു എന്നാണ് പറയേണ്ടത്, അല്ലാതെ കൊടുന്നല്ലാന്നോ തോന്നുന്നു. കൊടുന്നു എന്ന് പറയില്ല, അതാണ് ഉദ്ദേശിച്ച് തോന്നുന്നു. അത് ഞങ്ങളുടെ ടോൺ ആണ്, ഞങ്ങളുടെ ലാംഗ്വേജ് ആണ്. എല്ലാവരും നസ്രിയ താത്തയുടെ പോലത്തെ ലാംഗ്വേജിൽ വരണം പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. ചിലടത്ത് കൊണ്ടുവന്നു എന്ന് പറയും, ചിലടത്ത് കൊടുന്നു എന്ന് പറയും. ഞാൻ കൊടുന്നു എന്നാ പറയാറ്, അത് എന്റെ ലാംഗ്വേജ്. അടുത്തത് വിൻഷാറ്റിനുള്ളതാണ്. അതിന് കുന്തം വീഡിയോ ഇടുന്നത് ലൈറ്റ് അടിക്കണോണ്ട് കാണാനില്ല സ്ക്രീനിൽ. ഇഷ്ടം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, അതിൽ ഒന്ന് വിൻഷാറ്റിനുള്ളതുണ്ട്. ഷാഹിമോളെ തോന്നുന്നു കേട്ടോ, ഒരു കമന്റ് ഉണ്ട്, ഞാൻ നോക്കട്ടെ കേട്ടോ. സ്വന്തമായി ഇത്ര അധികം വാങ്ങാതെ കുടുംബത്തിലേന്ന്, ഇങ്ങനെ സ്വന്തമായി ഇത്ര അധികം വാങ്ങാത്ത കുടുംബത്തിലെ കുട്ടികൾക്ക് കൊടുത്തൂടെയെന്ന. എന്ത് കൊടുത്തൂടെയെന്നാ ഷാഹിമോളെ? ഇങ്ങനെ സ്വന്തമായി ഇത്ര അധികം വാങ്ങാതെ, പിന്നെ നമ്മുടെ കുട്ടിക്കല്ല വാങ്ങി കൊടുക്കുക. എന്തോ തേജുവിന് എന്തോ ഗിഫ്റ്റ് അതിൻ്റെതാട്ടോ. ഇങ്ങനെ സ്വന്തമായി ഇത്ര അധികം വാങ്ങാതെ കുടുംബത്തിലെ കുട്ടികൾക്ക് കൊടുത്തുകൂടി. അത് മനസ്സിലായില്ല. പിന്നെ ഞങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കണ്ടേ? ഷാഹിമോളുടെ കുട്ടിക്ക് വാങ്ങി തരാൻ പറ്റും ഞങ്ങൾക്ക്? അതെ, ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങളെ പാരന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അവന് വേണ്ടത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഷാഹിമോളുടെ കുട്ടിക്കും ഇപ്പൊ ഷാഹിമോളല്ലേ വാങ്ങി കൊടുക്കണ്ടാവുക, അവന് ആവശ്യമുള്ളത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടുകാർ വാങ്ങിത്തരും ഞങ്ങളുടെ കുട്ടിക്കുള്ളത്. ഇതൊക്കെയാണ് ഷാഹിമോളുടെ പ്രശ്നങ്ങൾ കേട്ടോ. എന്നാൽ ഷാഹിമോളെ എനിക്കൊന്ന് ഡയറക്റ്റ് ഷാഹിമോളുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ ഒന്ന് ഷാഹിമോളുടെ കുറച്ച് ഡൗട്ടുകൾ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. എനിക്കിനെ ഇറിറ്റേറ്റ് നിങ്ങൾക്ക് ദേഷ്യം വരണ കമന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ആവശ്യമില്ല, വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല. ഞങ്ങളുടെ കുട്ടിക്ക് വാങ്ങി കൊടുക്കണേ ഷാഹിമോൾക്ക് എന്താ പ്രോബ്ലം? പിന്നെ വെള്ളം കുടിക്കണമെങ്കിൽ ബോഡി പറയും. അപ്പോ വെള്ളം കുടിക്കണമെങ്കിൽ ബോഡി വിളിച്ച് പറയട്ടോ, സൂര്യ വേഗം കുറച്ച് വെള്ളം കുടിക്കുന്നു. മെഷീൻ കൊടുത്തതിന് മുമ്പത്തെ വീഡിയോസിൽ വാഷിംഗ് മെഷീൻ്റെ ചോദിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിയേക്കുന്നത്. അയ്യോ, അങ്ങനെ കുറെ ഇട്ടുണ്ട് ഷാഹിമോളുടെ വക. എന്തെങ്കിലും വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എന്തായാലും ഷാഹിമോള് ഫേക്ക് അക്കൗണ്ട് അല്ല എനിക്ക് മനസ്സിലായി. ഷാഹിമോളുടെ വീഡിയോസ് ഇതാ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ടാൽ ഷാഹിമോളെ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല. എന്തെങ്കിലുമൊക്കെ നല്ല ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ, എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ കണ്ടാ ഇങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടവർ വെച്ചുണ്ടാക്കിയ ഫുഡിന്റെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട് ഷാഹിമോൾ. ഇതാണ് ഷാഹിമോളുടെ വീഡിയോസ്. കുറെ കാറിന്റെ ഉണ്ട്, ഇങ്ങനെ ഇട്ടോണ്ടൊന്നും ആവില്ല. അല്ലാണ്ട്
പിന്നെ കൊളാബും പ്രൊമോഷനും കിട്ടണത് അതിന്റെ കൂടി ഞാൻ പറഞ്ഞുതരാം. വെറുതെ ഇരുന്ന് കമന്റ് ഇരുന്നിട്ടാ കൊളാബും പ്രൊമോഷനും ഒന്നും കിട്ടില്ല. ഒന്ന് ആക്റ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഉപയോഗമാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടാൽ കിട്ടും. നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പ്രൊമോഷൻ ചെയ്ത് തരുമോ അല്ലെങ്കിൽ കൊളാബ് ചെയ്ത് തരുമോ ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്, അതും പെയ്ഡ് കൊളാബിന് വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഷാഹിൻ മോളെ. ഞാൻ പാർട്ണർ കൊളാബും പെയ്ഡ് കൊളാബും ഒരേപോലെ ചെയ്യുന്ന ഒരാളാണ്. അത് ഓരോന്ന് പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടിരിക്കും. ഈ നമ്മുടെ നസ്രിയ പറഞ്ഞേക്കണത് കണ്ണാപ്പിൻ ഷർണിയാണ് കേട്ടോ, വേറെ ഒന്നല്ല നസ്രിയ തോന്നുന്നു. ഇവനെന്തോ കണ്ണെഴുതിയോണ്ട് എപ്പോഴും നടക്കണം. ഇവൻ ആര് കണ്ണാപ്പി യോജിക്കും പറഞ്ഞു. കണ്ണെഴുതുന്നവരെല്ലാം കണ്ണാപ്പി. ഞാൻ കണ്ണെഴുതുന്നു എഴുതിയിട്ടാ രണ്ട് കണ്ടായിരുന്നു സുർമ എഴുതിയിരിക്കണേ. അത് ഞാൻ എഴുതും. അതിനിപ്പോ ആരെന്ത് വിചാരിച്ചാലും ആരെന്ത് പറഞ്ഞാലും എനിക്കിപ്പോ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ നടക്കണം എനിക്ക് തീരുമാനിക്കാം. നമ്മൾ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മളെങ്ങനെ നടക്കുക. കണ്ണെഴുതണോ പൊട്ട് കുത്തണോ ലിപ്സ്റ്റിക് ഇടണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അല്ല ഞാൻ പറഞ്ഞേ കണ്ണാപ്പി എന്താ കണ്ണെഴുതുന്നവരെല്ലാം കണ്ണാപ്പികൾ എന്നാണോ ചോദിച്ചപ്പോ അവരുടെ നാട്ടിൽ അങ്ങനെ അത്ര പറയാ. അവരുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റല്ല. നമ്മളെങ്ങനെ നടക്കണം ഓരോരുത്തർ ഇഷ്ടമാണ്. അത് നമ്മളെ ഇഷ്ടം. നമ്മൾ വേറൊരാൾ പറഞ്ഞു തോന്നുന്നത് അവരുടെ നാട്ടിൽ ചിലപ്പോ നസ്രിയെ കണ്ണെഴുതി പോയി ഇപ്പൊ കണ്ണാപ്പിന്ന് വിളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവന് പറഞ്ഞിട്ടുണ്ടാവും. എന്തോ ആയിക്കോട്ടെ നമുക്ക് എന്താ പറയാ ഇന്റെ ഇഷ്ടം ഞാൻ എങ്ങനെ നടക്കണം. അതിപ്പോ നിങ്ങളിപ്പോ ഇപ്പൊ കണ്ണെഴുതിയോണ്ട് ഇപ്പൊ ഒന്നും വരാൻ പോലില്ല. കണ്ണെഴുതിയോണ്ട് കുഴപ്പമില്ല. കണ്ണെഴുതി ഞാൻ സുർമ എഴുതുന്നത് കണ്ണെഴുതിയാലും കുഴപ്പമില്ല, സുർമ എഴുതിയാലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. നമ്മൾ എന്ത് ചെയ്യണോ ഏത് ചെയ്യണോ എന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പൊ നമ്മളിപ്പോ വേടായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇല്ല അവരടക്കം പറഞ്ഞിട്ടില്ല. പറയും അച്ഛനമ്മമാരടക്കം പറഞ്ഞിട്ടില്ല കണ്ണെഴുതണ്ട, പൊട്ട് കുത്തണ്ട, കുറി തൊടണ്ട, മുടി വെട്ടണ്ട, സൈഡ് എടുക്കണ്ട. അവരാരും പറഞ്ഞിട്ടില്ല. അപർണനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപർണനെ ഞാൻ 1-2 വട്ടം അങ്ങനെ വിട്ടു. പക്ഷെ അപർണ ഇതുപോലെ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടോ നോക്കിയിരിക്കുന്ന ആളാണ് അപർണ. ആ നെഗറ്റീവ് പറഞ്ഞ കമന്റിൽ ഓടി വന്ന് റിപ്ലൈ കൊടുക്കും അപർണ. അപ്പൊ അപർണ ചേച്ചിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അപർണ ചേച്ചി വേറെ ഐഡിയ കാണുമോ എനിക്ക് അറിയില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും. പിന്നെ ഈ നസ്രിയ താത്തി ഷാഹിൻ മോളും ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇട്ടോളോട്ടാ. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യാൻ വെച്ചിട്ട്. കാരണം നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അറിയിക്കണ്ടേ. എത്ര വെച്ചിട്ട് നമ്മൾ കമന്റ്സിന് റിപ്ലൈ കൊടുക്കുക. അപ്പൊ എനിക്ക് വയ്യ. അപ്പൊ നസ്രിയ താത്ത ഷാഹിൻ മോൾ താത്ത രണ്ടാളും വീഡിയോസ് നല്ല രീതിക്ക് ഇടിയിരുന്നിട്ട് വെറുതെ ക്രാഫ്റ്റിന്റെ പെട്ടി തുറക്കണതും കട്ട് ചെയ്യണതും ഇട്ടുകൊണ്ട് ഒന്നും ആവില്ല. അപ്പൊ നല്ല രീതിക്ക് നല്ല ഫുഡിന്റെ ഒക്കെ വല്ലവരും വെച്ച ഫുഡിന്റെ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഇട്ടോ. കാരണം അപ്പൊ യൂട്യൂബ് എല്ലാവരും തുടങ്ങണത് റവന്യൂവിന് വേണ്ടിട്ട് തന്നെയാണ് അല്ലെ. ഞാൻ യൂട്യൂബ് തുടങ്ങിയേക്കുന്നത് ഇൻകം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം പറയുന്നു. ഗായത്രി സുധീർ പറഞ്ഞ ആളെ വീഡിയോന്റെ കമന്റിന്റെ അടിയിലായിട്ടവരൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഗായത്രി സുധീർ പിന്നെയും മെസ്സേജ് കമന്റ് ഇട്ടിരിക്കണം. ആള് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. ആൾക്ക് എന്ത് പറയാനുള്ള കസ്റ്റമർ മീൻസ് സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ആൾക്ക് എന്തും പറയാം. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. എന്തും പറയാന്നല്ല ആള് പറയാം. അപ്പൊ നല്ല അപ്പൊ ആള് പിന്നെ പറഞ്ഞു സൂര്യ ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല. സൂര്യയുടെ യൂട്യൂബ് വീഡിയോ പണ്ട് മുതൽ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പണ്ടൊക്കെ കമന്റ് ചെയ്യുന്നത് വീഡിയോക്ക് ലൈക്ക് കിട്ടിയെങ്കിലും തന്നിരുന്നു. ചിലപ്പോൾ കമന്റ് ശ്രദ്ധിക്കാൻ വിട്ടു പോകുന്നതാവാം. അല്ലാണ്ട് ചില ആൾക്കാരെ പോലെ നെഗറ്റീവ് മാത്രം പറയാൻ വരുന്ന ആളല്ല. നസ്രിയ ആന്റിയെ പോലെ നെഗറ്റീവ് മാത്രം എഴുതി പിടിപ്പിക്കുന്ന ആള് അല്ല ഞാൻ. പറഞ്ഞത് നെഗറ്റീവായി തോന്നിയെങ്കിൽ സോറി സൂര്യ, അത്രയേ ഉള്ളൂ. ഇപ്പോ ഈ ഗായത്രിക്ക് അടക്കം മനസ്സിലായി. അവളുടെ ഗായത്രിയുടെ മെസ്സേജിന്റെ അടിയിലാണ് ഈ നസ്രിയും ഷാഹിമോളൊക്കെ വന്നിട്ട് മെഴുകിയിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഗായത്രിക്ക് അത് ഫീലായി ഉണ്ടാവാം. കാരണം ആ ഗായത്രി തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. മുന്നൊക്കെ ലൈക്ക് കിട്ടിയിരുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ ഒരു ദിവസം 3-4 ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ചിലപ്പോൾ വായിച്ചൊന്നും വരില്ല. അപ്പൊ അങ്ങനെ വിട്ടുപോയതാവും. ഗായത്രി സുധീറിനോട് സോറി. കാരണം ഞങ്ങൾ അങ്ങനെ വിട്ടതാവും. അല്ലാണ്ട് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല. അപ്പൊ അതിന്റെ അടിയിലാണ് ഈ നസ്രിയും ഷാഹിമോളൊക്കെ വന്നിട്ട് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ആളെന്നെ ഈ നമുക്ക് പറയാൻ കാരണം നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം അവരോടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗായത്രി പറഞ്ഞ ആളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നസ്രിയ ആന്റിയെ പോലെ നെഗറ്റീവ് മാത്രം എഴുതി പിടിപ്പിക്കുന്ന ആളല്ല. ആ സംഭവം ശരിയാണ്. ഗായത്രി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. നമ്മള് ആളുടെ അടിയിൽ വന്ന മെസ്സേജുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതൊന്നും ആദ്യമായിട്ടല്ലല്ലോ. നമ്മളിങ്ങനെ കുറെ വട്ടം വോട്ട് ചെയ്യുന്ന കുറച്ച് പേരോളാണ്. അവരെന്ന് വീണ്ടും അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ വന്നിട്ടിടും. അതുപോലെ അപർണ ചേച്ചിനെ ഇപ്പൊ എന്താ ചെയ്യാ? അപർണ ചേച്ചി കാണാം. അപർണ ചേച്ചി ഉണ്ട്. അപർണ ചേച്ചിക്ക് പിന്നെ പ്രൊഫൈലിൽ ഒന്നും ഇല്ല കേട്ടാ. ഡെഡ് ആണ്. ആരും ഇല്ലാത്ത കുട്ടിയെ തോന്നുന്നു. അങ്ങനെ ഈ ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കാണണോ പഠിക്കാൻ നല്ല മിടുക്കെല്ലാവർക്കും. അപ്പൊ അതില് കാര്യമില്ല. യൂട്യൂബില് നമുക്ക് പറ്റില്ല. ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും പറ്റില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പറഞ്ഞു മാത്രം. പറഞ്ഞത് ഇതിലിപ്പോ കണ്ടത് പറഞ്ഞു മാത്രം. അത്രേ ഉള്ളൂ. ചിലരുടെ ഉള്ളിൽ ഉണ്ടാവും ഇപ്പൊ സൂര്യ അയ്യോ പഴയ പോലെ റിപ്ലൈ ഒന്നും തരില്ല. ഇതാണ് കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്റെ വീഡിയോയിൽ കമന്റ് വരുമ്പോ പരമാവധി ഒരു വിധത്തിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും. പിന്നെ ചിലത് കണ്ടില്ലെങ്കിൽ അങ്ങനെ വിടും. അത് ഇപ്പൊ നമുക്ക് ഇപ്പോഴും മുന്നത്തെ പോലെ പറഞ്ഞില്ലേ കുറെ കമന്റ്സ് ഒക്കെ വരുന്ന നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റണില്ല. ഇപ്പൊ തേജുവിനെ ഇനി UKG ആണ്. അവന്റെ പഠിപ്പിൽ ഇത്തിരി ശ്രദ്ധിക്കേണ്ട ടൈമാണ്.
UKG ബിയിലാണ് അവൻ പഠിക്കേണ്ടത്. LKG എന്ന് പറയുമ്പോ UKG ആയി. അത്യാവശ്യം പഠിക്കേണ്ട കുട്ടിക്ക്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രായമായി അവനെ പഠിക്കേണ്ട കാര്യമായിരുന്നു. കഴിഞ്ഞൊന്നും നമ്മൾ വല്ലാണ്ട് അവനെ കമ്പനിയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഇനി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും വൈകിട്ടത്തെ സമയം ഇപ്പൊ വിൻഷാറിന് അറിയാം എത്രത്തോളം ഇരിക്കേണ്ടി വരും. പഠിപ്പിക്കാവും, കുട്ടീനെ പഠിപ്പിക്കാവും. ഞാൻ വരും അവിടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോണൊക്കെ എടുക്കാൻ പോവില്ല. കാരണം അവന്റെ പ്രായം അതാണ്. അവൻ ഇരുത്തി പഠിപ്പിച്ചാൽ അവൻ പഠിക്കുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട പ്രായമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കും. അപ്പൊ ആ സമയം രാത്രിത്തെ അങ്ങനെ പോകും. പിന്നെ രാവിലെ നേരത്തെ 5 മണി 5:30 ആകുമ്പോൾ നമുക്ക് എണിക്കണം. രാവിലെ എണീച്ച് ഫുഡ് റെഡിയാക്കണം. ഫുഡുള്ള ഫുഡാക്കി തരും. പിന്നെ കുട്ടിയെ കുളിപ്പിക്കണം. ഇനിയിപ്പോ ഇന്റെ മേല് കയറി വരും, അടക്കെന്തെങ്കിലും ചെയ്തോടെ വെച്ചിട്ട് ഞാനും ഇതേപോലെ ഞാൻ കുട്ടീനെ കുളിപ്പിക്കേ അല്ലെങ്കിൽ ഡ്രസ്സ് മാറിപ്പിക്കുക എന്തെങ്കിലും യൂണിഫോം മാറിക്കുക എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് നേരത്തെ പോകണം. ഞാൻ പാലക്കാടേക്ക് എത്തേണ്ടതാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് 8:30 പോയാലാണ് ഒരു 9 ആകുമ്പോഴേക്കും പാലക്കാട് എത്തുള്ളൂ. അപ്പൊ അതും നോക്കണം. അപ്പൊ മോർണിംഗ് തന്നെ ഇവിടെ എത്ര നേരത്തെ എണീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി തരണം. കുട്ടിക്ക് ഇതേപോലെ 8:15 പോകണം, ഇവിടെ കൊണ്ടാക്കണം. പിന്നെ കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഉണ്ട്, വീട്ടിൽ ജോലികളുണ്ട്. കുറെ പേര് ചോദിക്കും തേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പണി? ചെറുകിട പണികൾ വീട്ടിൽ ഇനി ഉണ്ടാവും. വാഷ് ചെയ്യാണ്ടാവും, തുണി വാഷ് ചെയ്യാണ്ടാവും. ഇപ്പോഴാണ് കുറച്ച് സമാനം കിട്ടിയിട്ടുണ്ടാവുക. വെയിലത്ത് തിരുമ്പാണ്ട ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് വാഷിംഗ് മെഷീൻ മെയിൻ ആയിട്ട് ഞാൻ അതുകൊണ്ട് വാഷിംഗ് മെഷീൻ വാങ്ങിയത്. നമുക്ക് എല്ലാം കൂടിയിട്ട് ഇതും കൂടി ആവുമ്പളേ യൂട്യൂബിലേക്ക് തീരെ ഒന്നും വീഡിയോസ് എടുക്കാൻ ഒന്നിനും പറ്റുന്നില്ല. പിന്നെ പ്രൊമോഷൻസ് അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. ഡ്രസ്സിന്റെ ആയാലും ഓരോന്നോരോന്നായിട്ട്. ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യരുത് പറയണില്ലേ? പ്രൊമോഷൻ നമ്മൾ നല്ല മാത്രമേ ചെയ്യണുള്ളൂ. നിങ്ങളേക്ക് എത്തിക്കണത് എന്താ വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ സാധാരണക്കാരുടെ ഡ്രസ്സുകളാണ് നമ്മൾ ചെയ്യണത്. അല്ലാണ്ട് ഹൈ ടീമുള്ള നമ്മളൊരു പ്രൊമോഷൻ ചെയ്യണമില്ല, നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. മീൻസ് അങ്ങനല്ല. നമ്മളെന്താ ചെയ്യണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു പരസ്യം കണ്ടിട്ടല്ലേ നമ്മള് സാധാരണ. ഫോർ എക്സാമ്പിള് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ഉണ്ടല്ലോ, ഇന്ന് എന്താ 4 മാസം 3 മാസമായിട്ടുണ്ട് കേട്ടോ പ്രൊമോഷന്. നമ്മളോട് ചോദിച്ചിട്ട് ഒന്നുമല്ല അവർ അയച്ചേക്കണത്. ഇത് മറ്റേ സ്പ്രേ ഇല്ലേ, ഹെയർ റിമൂവർ, ആ സാധനം വിൻഷാട്ടിന് വന്നിട്ടുള്ളതാട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി. എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. അതേ സാധനം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നല്ല പ്രൊഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളെച്ചാൽ ഇപ്പൊ 299 ഡ്രസ് ആയാലും ചിലർക്ക് കിട്ടിയെന്ന് വരില്ല. ചിലർ ഇത് നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എടുക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊരാൾ ഇട്ട് കണ്ടാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയുള്ളൂ. എന്റെ കാര്യം എങ്ങനെ വെച്ചാൽ നമ്മൾക്ക് റിവ്യൂ നോക്കുമ്പോഴും ഒരാൾ ഇട്ട് കണ്ടാൽ നമുക്ക് റിവ്യൂ, അത് മീഷോന്ന് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഏതെടുക്കുകയാണെങ്കിലും നമുക്കൊരു ആ ഇട്ട് നമ്മൾ ആദ്യം നോക്കുക. മീഷോന്റെ പ്രൊഡക്റ്റിന്റെ പിക്ചറെല്ലാം നോക്കുക. അല്ലാരും ഇട്ടുണ്ടോ അതിന്റെ കമന്റുകൾ നമ്മൾ നോക്കുക. ഇങ്ങനെ ഒരാൾ നമുക്ക് ഇവിടെ പറഞ്ഞുതരാൻ കമന്റ് ഒരാൾ പറഞ്ഞുതരാൻ ആളുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണ് അങ്ങനെ പറയാൻ ആളുണ്ടെങ്കിൽ നമുക്ക് അതല്ല ബെറ്റർ. നമുക്ക് ഇട്ട് കാണിച്ച് ഒരാള് ഓക്കെ പറയുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാമല്ലോ. അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊമോഷൻ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും. നമുക്ക് അതിൽ ചെറിയ ബെനിഫിറ്റ് ഉണ്ടാവാം. അത് നമ്മള് ഒരു കാണരുത്. കുറെ പേര് ഒക്കെ ഓസിക്കുന്നല്ല. ഇപ്പൊ ഡ്രസ്സിന്റെ ആയിക്കോട്ടെ, ഡ്രസ്സ് മാത്രമല്ലേക്ക് തരിക, എക്സ്ട്രാ എമൗണ്ട് ഒരു തരും. കാരണം മെയിൻ അത് ഇൻസ്റ്റയിലേക്കാട്ടോ. അപ്പൊ നമുക്ക് യൂട്യൂബിനേക്കാൾ കൂടുതൽ കൊളാബും പ്രൊമോഷനും വരുന്നത് എനിക്ക് ഇൻസ്റ്റാ ത്രൂ ആണ്. മെയിൻ ആയിട്ട് ഡ്രസ്സ് തന്നെ പറയാട്ടോ. അപ്പൊ ഈ ഡ്രസ്സ് ആവുമ്പോ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രസ്സ് തരും, അത് വേറെ കാര്യം. ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കും. അത് കൂടാണ്ട് നമ്മൾ കൊളാബ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിന്നുള്ള ഫോളോവേഴ്സ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല റിയൽ ഫോളോവേഴ്സിന് അവർക്ക് കിട്ടും. കാരണം അതുമല്ല ഈ 10K 20K വെച്ചിട്ട് ചിലപ്പോ പ്രൊമോഷൻ കിട്ടിയെന്ന് വരില്ല. അവരെന്താ വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് കുറച്ച് റീച്ച് ഉണ്ട്, വീഡിയോസ് ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് പ്രൊമോഷൻ തരാന്നുള്ളൂ. അല്ലാത്തവർക്കൊന്നും കിട്ടില്ല കേട്ടോ. എന്ന് വെച്ചിട്ട് പേയ്മെന്റ് വാങ്ങാൻ പറയുമ്പോ ഞാൻ 10,000, 20,000 ഒന്നും വാങ്ങില്ല. ചെറിയൊരു എമൗണ്ട്. ചിലവര് ചെയ്യണതിന്റെ ഡ്യൂട്ടിക്കുള്ള പൈസ അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പറയാണ്ട് ചിലർ ഇങ്ങോട്ട് പൈസ തരുന്നവരുണ്ട്. മോളെ ഇത് വെച്ചോ, വീഡിയോ എടുക്കുകയാണെങ്കിലും അത് എഡിറ്റ് ചെയ്യുകയാണെങ്കിലും അത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിന്റെ കുറച്ച് ഇതില്ലേ. അപ്പൊ അതിന്റേതായ പ്രൊമോഷൻ തരുന്നവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അവരുടെ ഡ്രസ്സ് തരുന്നു, നമ്മൾ അത് വെച്ച് വീഡിയോസ് എടുക്കണു, ഫോട്ടോസ് എടുക്കണു, എഡിറ്റ് ചെയ്യണു, അപ്ലോഡ് ചെയ്യണു, അവർക്ക് കൊളാബ് ചെയ്യണു. കൊളാബ് ചെയ്യുമ്പോൾ അവർക്ക് ഒന്നാമത് അവരുടെ അക്കൗണ്ട് റീച്ച് ആവും, പുതിയ ആൾക്കാരിലേക്ക് അക്കൗണ്ട് എത്തും. പുതിയ സ്റ്റോക്ക് ഇറക്കുമ്പോൾ അവർക്ക് പുതിയ ആൾക്കാരിലേക്ക് അതൊക്കെ എത്തിക്കാൻ പറ്റും. മെയിൻ ആയിട്ട് എല്ലാവരും കൊളാബ് തരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല ഫോളോവേഴ്സിനെ കിട്ടുക, റിയൽ ആയിട്ടുള്ള നല്ല ഫോളോവേഴ്സ്. പണ്ടൊക്കെ ആയിരുന്നു പേപ്പറിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു പേപ്പർ പോലെ ന്യൂസ് പോലെ നമുക്ക് പരസ്യം കൊടുക്കില്ലേ, പേപ്പറിന്റെ ഇടയിൽ ഉണ്ടാവും. അന്ന് എന്തൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിലോ ഷോപ്പ് ഓപ്പണിംഗ് ഉണ്ടെങ്കിലോ അല്ലെ വേറെ ഓഫർ ഉണ്ടെങ്കിലോ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഇൻഫ്ലുവൻസ് കാരണം എല്ലാവരും ഇങ്ങനെയാണ് കൊടുക്കല്. അപ്പൊ പരസ്യം ഇപ്പൊ കൂടുതൽ പേരും ഇൻസ്റ്റാ, യൂട്യൂബ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ പത്രപരസ്യം ഒന്നും പോകുന്നില്ല. മെയിൻ ആയിട്ട് അതാണ്. അപ്പൊ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ വേറെ ഫേക്ക് ആയിട്ട് കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ എവിടുന്നോ ഇരിക്കുന്നുണ്ട്, നമ്മളൊന്നും ചെയ്തില്ല, അതേപോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാ ചോദിച്ചെന്ന് അറിയില്ല.
ഏതാഴ്ചയെന്ന് അറിയില്ല, സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല നമുക്ക് ചെയ്തുകൂടെ? വേണമെങ്കിൽ അത് അവർ പറയണ പൈസ തരും, അത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. എന്താ വേണമെങ്കിൽ ഒരു മെസ്സേജ് തരുന്നത് ഞങ്ങൾ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് നമുക്ക് കാര്യമില്ല, എനിക്ക് അലർജി വന്നു. ആരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലർജി ഒന്ന് ചെയ്യാൻ നോക്കിയപ്പോ വിൻഷായിട്ട് പണി കിട്ടി പറഞ്ഞപ്പോൾ വെച്ചു. അപ്പൊ നമ്മള് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണില്ല. അത് ചിലവരുടെ സ്കിന്നിന്റെ ആയിരിക്കാം. വിൻഷാന്റെ പിന്നെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. പക്ഷെ ഏത് സ്കിൻ ആയിക്കോട്ടെ എല്ലാ സ്കിന്നിനും പറ്റുന്ന പ്രൊഡക്റ്റ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രൊമോഷന്റെ കാര്യങ്ങൾ. പിന്നെ കുറെ പേർക്ക് ഡ്രസ്സ് എന്താ ചെയ്യണം, എങ്ങനെയാ ചെയ്യണം, ഡ്രസ്സൊക്കെ നമ്മള് ഇപ്പൊ ഞാൻ ഇരിക്കുന്നുണ്ട്, ഞാൻ ഒരു ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡ്രസ്സിന്റെ ആവശ്യമുണ്ട്, അതുണ്ട്. പിന്നെ കുറെ ഞാൻ ഇപ്പൊ കുറച്ച് ഇൻഷാന്റെ ഫ്രണ്ടിന്റെ വൈഫ് അവർക്കൊക്കെ കൊടുക്കുന്നു. പിന്നെ അന്ന് ഇതേപോലെ ഒരു ചേച്ചി വന്നിരുന്നു ഒരു മാക്സി കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആള് ചോദിച്ചു മാക്സി വേണോ ചോദിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞു അയ്യോ വേണ്ട ചേച്ചി, ഞങ്ങൾ ഇപ്പൊ സാധനം ഉണ്ട് ഇവിടെ, മാക്സി ഒക്കെ ഉണ്ട്. അപ്പൊ ആ ചേച്ചി ചോദിച്ചു എന്നാ ചേച്ചിക്ക് കുറച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ 5-6 ഡ്രസ് പാവം ചേച്ചിയാ അങ്ങനെ ഏറ്റി പിടിച്ച് നടക്കണല്ലേ മറ്റേ റോഡ് കൂടെ ഒക്കെ വീട്ടുകൂടെ നടക്കണല്ലേ, നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. നമ്മുടെ അമ്മമാരായാലും ആ പ്രായക്കാരനല്ലേ. പക്ഷെ ആള് ചോദിക്കുമ്പോ നമുക്ക് ഫീൽ ആയി. അപ്പൊ അവള് ഉള്ളത് അവളുകൾ എടുത്തു കൊടുത്തു, 4-5 നല്ല ഡ്രസ്, 5-8 നല്ല ഡ്രസ്സുകൾ എടുത്തു കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണത്. നിങ്ങൾ എല്ലാരും തെരുവോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് എനിക്ക് കസിൻസ് ഒരുപാടുണ്ട്, പിന്നെ കുറെയൊക്കെ ഞാൻ ആയിരിക്കും കൊടുക്കൂട്ടോ, ഞാൻ അവർ എക്സ്ചേഞ്ച് ചെയ്തിടുന്ന ആളാണ്. പിന്നെ നമ്മുടെ അടുത്തും കുട്ടികളുണ്ട്. അപ്പൊ വിൻഷാട്ടൻ പറയുന്നുണ്ട് ഞാൻ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ നമുക്ക് അറിയില്ലല്ലോ, ഇവര് ഓരോ അക്കൗണ്ട് ചേച്ചി കുറച്ച് ഡ്രസ്സ് അയച്ചു തരും, ഇങ്ങനെ നമുക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല. അത് ഒരാളല്ലേ ചോദിക്കണത്, എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഉണ്ടാവില്ല. നമ്മള് പറഞ്ഞല്ലോ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഇപ്പോഴും അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു വരുമാനം ഇല്ല. അപ്പൊ ഞാൻ പിന്നെ വിൻഷാട്ടൻ പറഞ്ഞു ഈ അടുത്തൊക്കെ കുട്ടികളില്ല, അവർക്കൊക്കെ കൊടുത്തോടി, നമുക്ക് പേഴ്സണലി അറിയണം. അപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് കൊടുക്കാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഞാൻ ഗിവ് അവേ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഗിവ് അവേ വെക്കിയിട്ട് ഇപ്പൊ കമന്റ് പിക്കർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഗിവ് അവേയില് കമന്റിന്ന് സെലക്ട് ചെയ്യാനുള്ള മടി കാരണമായിട്ട് ഞാൻ വെക്കാൻ. പിന്നെയാണ് ഞാൻ കമന്റ് പിക്കറിന്റെ കാര്യം അറിഞ്ഞത്. അപ്പൊ ഗിവ് അവേ വെക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ ഗിവ് അവേയില് എന്റെ പ്ലാൻ എന്താണെന്ന് അറിയോ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഡ്രസ്സ് തന്നെ കൊടുത്താലോ എന്നാണ്. അതായത് ഞാൻ ഉപയോഗിച്ചതല്ല കേട്ടോ, മീഷോന്ന് നല്ല റിവ്യൂ ഉള്ള നല്ലൊരു ഡ്രസ്സ്, ഞാനത് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഗിവ് അവേയില് ഞാൻ ഒരു ഡ്രസ്സ് കാണിക്കാം. അപ്പൊ ഏതെങ്കിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് 2 പേർക്ക് കൊടുക്കാം അല്ലെ, 2 പേർക്കെങ്ങാനും അത് ഗിഫ്റ്റ് ആയിട്ട് ഗിവ് അവേ ആയിട്ട് കൊടുക്കുക. എന്റെ പ്ലാൻ അതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ 3-4 പ്രൊമോഷൻ ചെയ്യാൻ വാങ്ങി വെച്ചതുണ്ട് യൂട്യൂബിൽ നിന്ന്, അല്ല മീഷോന്ന്. അപ്പൊ അത് മറ്റേ ടൈപ്പാണ്, ഉള്ളിൽ ഇങ്ങനെ ബനിയിട്ടിട്ട് മുകളിലിടില്ലേ, എന്താ പറയാ വള്ളി ഉടുപ്പോ, ആ സംഭവം ഞാൻ ഇപ്പൊ കൂടുതൽ ചെയ്യണത്. ആ സാധനം ഓവർകോട്ടല്ല, ഉള്ളിൽ ഇങ്ങനെ സ്ലീവ്ലെസ് വള്ളിയുള്ള ടോപ്പ് വരുന്നത് അത്. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവരും ഇട്ടൂന്ന് വരില്ല. അപ്പൊ ഞാൻ വല്ല ചുരിദാർ സെറ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കട്ടെ. അപ്പൊ അതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. നമുക്ക് ഗിവ് അവേ എടുക്കാൻ സുഖമാണ്, അവർക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കാന്നാണ് ഒരു കൺഫ്യൂഷൻ. അപ്പൊ 2 പേർക്ക് എന്തായാലും അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗിവ് അവേ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക് ഡ്രസ്സ് തന്നാൽ മതിയോ ഗിഫ്റ്റ്. അപ്പൊ അതാണ് ഒരു കാര്യം. അപ്പോൾ ഗിവ് അവേ എന്തായാലും വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ്, നസ്രിയ താത്തറി ഷാഹിമോളിലെയും പ്രശ്നങ്ങൾ. ഒരു ക്ലിപ്പിൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ ക്ലിപ്പ് സേവ് ആയില്ല, മീൻസ് എന്താ പറയാ സ്പേസ് ഫുള്ളായിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്ന് കുറെ സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ പോയിക്കണം. അപ്പൊ അതില് ശരിക്കും കുറെ ഒക്കെ മറന്നൂലെ. പിന്നെ ഞങ്ങൾ പറയുമ്പോ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമ്മള് പിന്നീട് പറഞ്ഞത് പറയുമ്പോൾ നമുക്ക് വ്യത്യാസം വരും. ഉള്ളിൽ നിന്ന് വല്ല പറയുന്നതും നമ്മൾ പിന്നെ വീണ്ടും എന്താ പറഞ്ഞത് ആലോചിച്ചെടുത്ത് വേണം നമുക്ക് കുറെ വ്യത്യാസം വരും. കുറെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ പോയിക്കണം. അപ്പൊ എന്തായാലും നസ്രിയ താത്തി ഷാഹിമോളും ഈ വീഡിയോയിലും കൂടി ഒന്ന് കമന്റ് ഇടും നിങ്ങൾക്ക് എന്താ ഇതിന് പറയാനുള്ളതെന്ന്. അപ്പൊ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു ബന്ധുവില്ലാണ്ട് വെറുതെ കുറ്റം കണ്ടുപിടിച്ച് ഇടായിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല, ഒരുപാടുണ്ട്. ഇതിന് മുന്നേ കുറെ പേര് ഇങ്ങനെ ഇട്ടുണ്ട് ആവശ്യമില്ലാണ്ട് ഒരു ബന്ധുവില്ലാത്ത കമന്റ്സ്. ഞാൻ അപ്പൊ പിടിച്ച് ബ്ലോക്ക് ചെയ്യുക ചെയ്യാം. ഇതിൽ കുറെ പേര് ചോദിക്കട്ടോ നിങ്ങൾക്ക് മറ്റേ വീഡിയോ കമന്റ് ബോക്സ് ഓഫ് ആക്കി കൂടെ, നിങ്ങൾക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യാൻ മറ്റേ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം കമന്റുകൾ. പക്ഷെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ വ്യത്യാസം വരും. വീഡിയോയില് അത് അങ്ങനെയാണ് ചേച്ചി, ഇത് ഇങ്ങനെയാണ് ചേച്ചി, അല്ലാതെ അങ്ങനെയാടാ അതിങ്ങനെയാടാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഇത് ഒരു ബന്ധമില്ലാത്ത വീഡിയോന് താരതമ്യമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ടാർഗറ്റ് ചെയ്ത് വേണ പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇവർക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന റവന്യൂവിന്റെ കണക്കും ഇതൊക്കെ ഇവർക്ക് എങ്ങനെ എന്താ അറിയാ, വെറുതെ വന്നിട്ട് റവന്യൂ കിട്ടുമ്പോ ക്യാരക്ടർ മാറും. നമുക്ക് റവന്യൂ ഇതുവരെ കിട്ടിയിട്ട് ക്യാരക്ടർ അങ്ങനെ മാറിയിട്ടോ. നമുക്ക് റവന്യൂ കിട്ടണത് ഇപ്പോഴും കിട്ടണത് തന്നെ വേഗം പോകുന്നുണ്ട് അല്ലാടോ അവർക്ക്. അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നസ്രിയ താത്തടി ഷാഹിമോൾ താത്തടിയും പ്രശ്നം എന്താ, എനിക്ക് അവരുടെ പ്രൊഫൈല് കണ്ടപ്പോ മനസ്സിലായപ്പോ അവരോട് പറയാനുള്ളത് നല്ല നല്ല വീഡിയോസ് എടുത്താത്ത, അപ്പൊ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങള് ബാക്കിയുള്ള വീഡിയോ നോക്കിയിരിക്കണ്ടേ, നോക്കിയിരുന്നോ കുഴപ്പമൊന്നുമില്ല. നിങ്ങള് സ്വന്തമായിട്ട് ഈ കമന്റ് ഇടുന്ന കമന്റ് ഇടുന്ന കാര്യങ്ങൾ അയക്കുന്ന നേരം നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക, അതിന്റെ എന്തെങ്കിലും
ഫലം കാണും. ലാസ്റ്റ് എന്തായാലും കാണാണ്ടിരിക്കില്ല. രണ്ടാളോടും നസ്രിയോടും ഷാഹിനോടും കൂടിയിട്ട് പറഞ്ഞത് താത്ത എന്തായിക്കോട്ടെ നസ്രിയോടും ഷാഹിനെസ്രിയാന്ന് വിളിച്ചു. അത് കുഴപ്പമില്ല, അവരെക്കാളും ഏജ് ഉണ്ടാവും, കുഴപ്പമില്ല. ഇത് ചെറിയ കുട്ടികളാവും, എന്താണെന്ന് വിഷയമല്ല. പിന്നെ അതല്ല അവിടെ എന്താ പറയാ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം പറയാണ്ട്, നമ്മളിപ്പോ റവന്യൂ നോക്കിയിട്ടോ ഈ യൂട്യൂബ് മാത്രം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ വിൻഷാട്ടപ്പോ ജോലിക്കൊന്നും പോയില്ല അല്ലെ. യൂട്യൂബിൽ ഇരുന്നാ പോരെ, എന്താ കണ്ടന്റ്, എത്ര പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരല്ല. അത് ഒന്നാമത്തെ കാര്യം. കുറെ പേർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. പിന്നത്തെ കാര്യം, നമുക്ക് റവന്യൂ കുറെ പൈസ കിട്ടണം എന്നുള്ള മൈൻഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയും. നിങ്ങൾ എല്ലാവരും ചോദിക്കില്ല എന്താ ലവ് സ്റ്റോറി പറയാം, പക്ഷെ പറയൂട്ടോ, നമ്മൾ അത് വേറെ കാര്യം, പറയില്ല എന്നല്ല. അങ്ങനെ ഇപ്പൊ നമുക്ക് പൈസ വേണം എന്നുള്ള, യൂട്യൂബിൽ നിന്ന് റവന്യൂ വേണം, കുറെ കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഞങ്ങൾ എന്നേ നമ്മുടെ ലവ് സ്റ്റോറി പറയേണ്ട നേരെ. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടും എല്ലാവർക്കും കാണാനും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ലവ് സ്റ്റോറി. ഒരു 3 പാർട്ടാക്കി കണ്ടാൽ പോലും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുന്നവരുണ്ടായിരിക്കും. അതുവഴി ഞങ്ങൾക്ക് എത്രത്തോളം റവന്യൂ കയറുന്നു ഞങ്ങൾക്ക് നല്ല അറിവുണ്ടില്ലേ, എത്രത്തോളം റവന്യൂ കയറുന്നുണ്ടാവും ഞങ്ങൾക്ക് നല്ല അറിവുണ്ട്. എന്നിട്ട് പോലും നമ്മൾ അതിലേക്ക് നിന്നിട്ട് ഞാനിപ്പോ ഇനി എന്തായാലും ഇടും. കാരണം നമ്മൾ മൈക്ക സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇടുമ്പോ വൃത്തിക്കിടണം. സൗണ്ട് അപ്പൊ ചിലപ്പോ ഫാന്റെ അതൊക്കെ ആയിട്ട് ചിലപ്പോ സൗണ്ട് ബ്ലറായിട്ട് കേൾക്കണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് കേട്ടോണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യാച്ചിട്ടാണ്. ലൈറ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്, അതെന്തായാലും ചെയ്യും. അല്ല കുറെ പേര് റവന്യൂവിന്റെ കണക്ക് പറയുന്നോട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് റവന്യൂ കിട്ടണം എന്നൊക്കെ വെച്ചെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ലവ് സ്റ്റോറി പറയാം. ഞങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ട്. ലവ് സ്റ്റോറി പറയാം, ലൈഫ് സ്റ്റോറി പറയാം, ഞങ്ങളുടെ മാരേജിന് മുന്നുള്ള ലൈഫ് സ്റ്റോറി പറയാം, മാരേജിന് ശേഷമുള്ള ലൈഫ് സ്റ്റോറി പറയാം, വീട് വെക്കാണ്ടായത്. അങ്ങനെ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് പൈസക്ക് വേണ്ടിയിട്ട് കുറെ പറയാണ്ട്. അപ്പൊ നിങ്ങളൊരിക്കലും യൂട്യൂബിൽ നിന്ന് റവന്യൂ എന്നുള്ള ഒരു ഇതില് കുത്തേണ്ട ആവശ്യമില്ല. റവന്യൂ വേണം, നമ്മൾ ചെയ്യണ പണിക്കുള്ള ഇത് വേണം. അത് കൂടാണ്ട് ഞങ്ങളിപ്പോ എൻജോയ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, പുറത്തേക്ക് ഇറങ്ങുമ്പോ കുറെ പേര് അറിയണ്ടല്ലോ. ഇപ്പൊ എവിടെ പോയാലും, ഇപ്പൊ സൂര്യനെങ്കിൽ പോലും ഞാൻ വർക്കിന് പോകുമ്പോഴായാലും ഇപ്പൊ കുറെ കുട്ടികൾ, ഇപ്പൊ ഇന്നലെ തന്നെ മറ്റേ പട്ടാമ്പിയാൻ പറഞ്ഞില്ലേ, അത് കൂടാണ്ട് തന്നെ പട്ടാമ്പി ഓട്ടോറിക്ഷ ടാറ്റുന്നത് പോണു പിള്ളേര്. മിനിയാന്ന് 3 പെൺകുട്ടികൾ വന്നിട്ട് ഞാൻ ബസ് കയറുമ്പോ വീഡിയോ ചെയ്യണല്ലേ സൂര്യേച്ചോട് പറയട്ടോ പറഞ്ഞു. അയാൻ പറയാം പാലക്കാട് ഓരോരുത്തർ കണ്ടറിയുണ്ട്. അതൊക്കെ നമ്മുടെ ഭയങ്കര കാര്യം തന്നെയല്ലേ. നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നത്, തേജ് പറഞ്ഞു അത് അച്ഛനമ്മയല്ല അതിന്റെ ഫാനാണ്. അപ്പൊ അത്ര ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഹാപ്പി ഉണ്ടാവും. അതൊന്ന് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നല്ല. പിന്നെ ഞങ്ങളന്ന് ഇവിടെ പട്ടാമ്പി പോകുമ്പോ മറ്റേ റോഡില്ല, ചളിയുള്ള റോഡ് ഷോർട്ട് കട്ട് അടിച്ചു പോകണം ഇവിടുന്ന്. അത് കൂടെ പോകുമ്പോ ഞങ്ങള് പോവാട്ടോ, കാറിൽ ഒരു ടീം വന്നിരും. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി കാർ ഓടിച്ച് വരിക, തേജപ്പാന്നാണ് കാറിന്ന് ഉറക്ക വിളിക്കുന്നത്. ഞങ്ങള് താരാച്ച് നോക്കുമ്പോ തേജപ്പാ ഡിമ്മിട്ട് വരുന്നുണ്ട് മറ്റേ. അപ്പൊ ഞങ്ങൾ മനസ്സിലായി ഇനിയിപ്പൊ വേറെ ചെക്കിങ് കാര്യങ്ങൾ എന്തായാലും വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ സ്ലോ ആക്കി. പിന്നെയാണ് താത്ത പറഞ്ഞ ഞങ്ങൾ വീഡിയോ കാണലുണ്ട്, തേജപ്പ വിളിച്ചിട്ട് ഓടി വന്ന് വീഡിയോ കാണലുണ്ട്, വണ്ടി തന്നെ സംസാരിച്ചിട്ടോ. അപ്പൊ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവര് സംസാരിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് നീങ്ങിയപ്പോ തേജ് പറയാ അച്ഛനും അമ്മേനൊന്നും എല്ലാവരും എന്നെ തേജപ്പാന്ന് വിളിച്ചത്, അല്ലാണ്ട് നിങ്ങളെന്നല്ല വിളിച്ചത്. അവൻ പോലും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ കൂടുതലും ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും അല്ലെ നമ്മളതെല്ലാം ചിന്തിക്കാൻ അറിയുന്നവര് ഓടി വരുമല്ലോ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പിന്നെ നമ്മള് ഇതൊന്നും ആസ്വദിക്കേണ്ട, നമ്മളെല്ലാം അമ്പാരുടെ മക്കളാണ്. അപ്പൊ നമ്മളെ ഓട്ടോമാറ്റിക് നമ്മളെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇത് നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയല്ലേ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു രസമാണ്. റവന്യൂ കിട്ടണേക്കാം എൻജോയ്മെന്റ് ആണ് ഈ ഒരു കാര്യം. ഓടി വന്ന് സംസാരിക്കുക, നല്ല അഭിപ്രായങ്ങൾ പറയാ, അതൊക്കെ വലിയ കാര്യം. കുറെ പേര് വന്നോ വീഡിയോ അടിപൊളിയായിട്ടോ സൂപ്പർ ആയിട്ടോ അത് കേട്ടു. അല്ല ഞങ്ങളത് കേൾക്കും. എന്നിട്ട് അവര് പോയേ പറയും മിനിറ്റ് നിൽക്കും, അല്ല നീ എന്താണ് എന്റെ വീഡിയോയില് ചെയ്യുന്നത് പ്രത്യേകിച്ച്. അല്ല എത്ര പേര്. പിന്നെ തേജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തേജ് ഇപ്പൊ എന്താ വീഡിയോയില് ചെയ്യുന്നത് ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ല വീഡിയോ ആണ്. കാരണം നമ്മളൊരു കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണില്ല. നമ്മുടെ വീട്ടിലെ കുറച്ച് മാത്രം, അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ല. നമ്മള് എന്താണോ ചെയ്യണത് ആ സാധനം മാത്രമേ ഇടുന്നുള്ളൂ. വേറെ കണ്ടന്റ് ഉണ്ടാക്കുക, ആ കണ്ടന്റ് പുതിയത് ഉണ്ടാക്കുക, അല്ലാണ്ട് പഴയതുള്ള എടുത്തിടുക, അങ്ങനത്തെ സംഭവങ്ങളല്ല. ഇപ്പൊ എന്താ നടക്കുന്ന ആ സംഭവങ്ങളാണ് നമ്മളിടുന്നത്. അത് കണ്ടിട്ട് ഞങ്ങൾ ചോദിക്കും എന്താ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം, എന്താ പ്രത്യേകത പ്രത്യേകത വിചാരിക്കും, നമ്മള് വിചാരിക്കും. പക്ഷെ എന്തോ അറിയില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. അപ്പൊ നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. പുറമേന്ന് കണ്ടാലും ഇപ്പൊ ചിലവരിപ്പോ വേണമെങ്കിൽ പറയാലോ ഇപ്പൊ വീഡിയോ പോരട്ടെന്ന് പറയാലോ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും നല്ല വീഡിയോ എന്ന് പറയുള്ളൂ. അപ്പൊ അതിലെന്തായാലും ഹാപ്പി ഉണ്ട്, നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് പിന്നെ പറയണോ ഇപ്പൊ നിങ്ങൾ റവന്യൂവിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ഇത് തോന്നുന്നത് ഇതാണ്. പിന്നെ റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വെറുതെ അടിച്ചു പൊളിച്ച് നടക്കില്ല. നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കുറെ ചെയ്യാണ്ട്. മീൻസ് ഇപ്പൊ കുറെ പേര് എപ്പോഴും പറയണതാണ് കട്ട വിരിക്ക് മതില് കെട്ട് അങ്ങനെ പറയണ്ടല്ലോ കേട്ടോ. പിന്നെ നമ്മള് വേറെ ജോലിക്ക് പോലെ നമുക്കൊരു ബേസിക് സാലറി ഉണ്ടാവും. പിന്നെ ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ പണിനനുസരിച്ചാണ്.
ബേസിക് സാലറി പോലും അങ്ങനെയല്ല യൂട്യൂബ് പറഞ്ഞാൽ പണിയെടുത്താലേ അവർ പൈസ തരുള്ളൂ. വെറുതെ ഒന്നും പൈസ തരില്ല. അത് അത്രയും വ്യൂസും കാര്യങ്ങളും അവർ പണിയെടുത്താലും ഒരു സാലറി കാര്യങ്ങളും നമുക്ക് മെയിനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല, നന്നായി ഹാർഡ് വർക്ക് തന്നെ വേണം. അല്ലാണ്ട് ഒരു പേയ്മെന്റ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങളിപ്പോൾ കുറച്ച് ലീവ് എടുത്താലും ഗ്യാപ്പ് എടുത്താലും നമുക്ക് ഒരിക്കലും കിട്ടില്ല. നേരെ മറിച്ച് പുറത്ത് പോയി പണിയെടുക്കുമ്പോൾ 2 ദിവസം ലീവ് എടുത്താലും സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. സാലറി കിട്ടുമെന്ന് വിചാരിക്കാം, ബേസിക് സാലറി കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണോ അതിന്റെ പ്രതിഫലമായിട്ടേ കിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കാം. നമുക്കിപ്പോ ഡെയിലി കയറണം, ഞങ്ങളൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത്ര ഡോളറെങ്കിലും കയറണം എന്നുള്ളത്. ഇപ്പൊ 2 ദിവസം വീഡിയോ ഒന്ന് ഡിമ്മായി ഡോളർ കുറഞ്ഞില്ലേ, കയറണത് കുറയും. അപ്പൊ നമ്മളിതിൽ കണ്ടിന്യൂസ് ആയിട്ട് പോണ പോലെ പോയാൽ തന്നെ കിട്ടുള്ളൂ. അല്ലാതെ കുറച്ച് വീഡിയോ ഇട്ടു പിന്നെ 2 ആഴ്ച റെസ്റ്റ് ഒക്കെ എടുക്കാതിരുന്ന അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ ആ വഴിക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ വെറുതെ ഇരുന്നാൽ കിട്ടുന്നില്ല യൂട്യൂബിൽ നിന്ന് പൈസ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഞാനത് അഭിമാനത്തോടു കൂടി പറയും. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ലേക്ക് ഇങ്ങനെ ഒരു എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കാരണം വീട് പണി കഴിഞ്ഞ് എന്താ വെച്ചാൽ വീട് പണി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഹോം ലോൺ ഉണ്ട്, ഇൻഷാന്റെ ഒരു ജോബ് കൊണ്ട് എല്ലാം എത്തിക്കണം, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പുറത്തേക്ക് കാട്ടിയിടുന്നില്ല. അത് എന്താ ചെയ്യല്ലേ, സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവളും ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ പറ്റ പോവും. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് പറയും അതൊക്കെ ശരിയാവും എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് കേട്ടിട്ട് ശരിയാവൂല്ലേ എന്ന് വിചാരിച്ചാൽ നടക്കും. പക്ഷെ ഇവിടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ സപ്പോർട്ടിങ് ഇവിടെ പറയുമ്പോൾ അത് നമുക്കൊരു ഇതാണ്, ബലാണ്. മീൻസ് അത് ശരിയാവെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ്. കാരണം ഇവളും ഡൗൺ ആയി കഴിഞ്ഞാൽ പറ്റ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ നമ്മൾ ആലോചിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്, രണ്ടാളിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പണി പാടും. ഓൾറെഡി നമുക്ക് സപ്പോർട്ട് അത്യാവശ്യം EMI മന്ത്ലി ഉണ്ട്. അത് പിന്നെ തേജുവിന്റെ പഠിപ്പ്, വീട്ടിലെ ചെലവൊക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ദൈവസഹായം കൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു 3 മാസമായപ്പോഴേക്കും ഇവൾക്കും പേയ്മെന്റ് കിട്ടി തുടങ്ങി. യൂട്യൂബിലേക്ക് 3 മാസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടി തുടങ്ങി. പകുതിയല്ല, മുക്കാഭാഗമല്ല, ഫുള്ള് ആശ്വാസമായി. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ആ 3 മാസം ഞാൻ പട്ടിപ്പണി എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഡെയിലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ. പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് ഒരു പിടുത്തൂക്കി ഉണ്ടായിരുന്നില്ല ഏട്ടാ. പക്ഷെ നമ്മൾ ഒരുവിധം എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ എടുക്കും. വീട്ടിലെ മേക്കപ്പ് വീഡിയോ അങ്ങനെ കിട്ടും. ഏതിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏത് വീഡിയോസ് ക്ലിക്ക് ആവുന്നത്. അപ്പൊ ഞാനിങ്ങനെ മേക്കപ്പ് വീഡിയോ ഇടുമ്പോൾ നോർമൽ ഒരു റീച്ച് പോണു. പക്ഷെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇട്ടപ്പോ നല്ല അതുമല്ല, നമ്മുടെ ഫാമിലി ആയാലും നമുക്ക് ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോഴേ ഫോൺ പിടിച്ചടക്കുമ്പോ അവര് പറഞ്ഞായിരുന്നു എന്തിനാ ഇതൊക്കെ ഇടുന്നത് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഇവളുടെ അച്ഛൻ ഇപ്പൊ 2 ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ വിളിച്ചിരുന്നു, അങ്ങനെ വീഡിയോ ചെയ്തോളൂ കേട്ടോ, എല്ലാരും നല്ല അഭിപ്രായമാണ്, തേജുവിന് എല്ലാരും ചോദിക്കും. അപ്പൊ അവരിങ്ങനെ പറയുമ്പോ സാധാരണക്കാരല്ലേ, നമ്മള് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരല്ല. എന്റെ അച്ഛനായാലും വെള്ളച്ഛനായാലും അമ്മയില് ആരായാലും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേറൊരാള് അവരെ അറിയപ്പെട്ടിട്ടില്ല, അങ്ങനല്ല, വേറൊരാള് പറഞ്ഞിട്ട് അവരെ വീഡിയോ അടിപൊളിട്ടോ സൂപ്പറായിട്ടെന്ന് പറയുമ്പോ അവരെ മനസ്സെന്തായാലും അറിയും, കണ്ടറിയും, ഷുവറാണ്. അപ്പൊ അവരെ വാങ്ങുന്ന ഒരു ഇത് കേൾക്കുമ്പോ ഇനി വീഡിയോ ചെയ്തോളൂട്ടോ, എല്ലാവരും നല്ല അഭിപ്രായമാണ്, അടിപൊളിയാണ്, അടിപൊളി പറയുന്നുണ്ട്. അവര് നമ്മളോട് പറയുമ്പോ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും അറിയോ. കാരണം അവരുടെ സപ്പോർട്ട് കൂടി ഇനി നമുക്ക് എന്തും പിടിച്ചെടുക്കാൻ പറ്റും. അല്ല അതെന്താണെന്നറിയോ, സ്റ്റാർട്ടിങ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആർക്കും അറിയില്ല, നമ്മൾ ബിഗിനേഴ്സ് ആണ്. അപ്പൊ നമ്മളെന്താ ചെയ്യണത്, ഏതാ ചെയ്യണത് ഇതുവരെ അറിയില്ലല്ലോ. എന്താ ചെയ്യണത്, നമ്മൾ സംസാരിക്കണമെന്നില്ലല്ലോ. നേരിട്ടാണ് സംസാരിക്കുക, എന്താണ് എവിടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണതും റീൽ ചെയ്യണതും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയട്ടെ, ഒരു ഇത് കാണുമ്പോ എല്ലാവരും എന്താ വിചാരിക്കുക വെച്ചാൽ ഫസ്റ്റ് തന്നെ എല്ലാ യൂട്യൂബ് ബിഗിനേഴ്സിനുള്ള പ്രശ്നമാണ്. നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക, കളിയാക്കോ പുച്ഛിക്കോ, ഇതൊക്കെ എനിക്കുണ്ടാവും. അങ്ങനെ സ്റ്റാർട്ടിങ് ഞാൻ കുറച്ച് എഴുതിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് വീഡിയോ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. കാരണം ഇതൊക്കെ എൻ്റെ ഇടുന്ന വീഡിയോസൊക്കെ അവർ കണ്ടിട്ടുണ്ടാവില്ലേ, അവരെന്നെ ഇങ്ങനെ കാണുന്നുണ്ടാവും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കയറിയിട്ട് എങ്ങനെയൊക്കെ. പക്ഷെ സ്റ്റാർട്ടിങ് അത്യാവശ്യം കളിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ പോയാലും അതെ, നമ്മൾ വീട്ടിൽ നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അച്ഛനൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ കാട്ടുക, അച്ഛൻ മോഹൊന്നും കാണില്ല, എന്ത് ഇവൾക്ക് എപ്പോഴും ഈ വീഡിയോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ അമ്മ വലിയ കുഴപ്പമില്ല അല്ലേ. കാരണം അമ്മയ്ക്ക് എന്താ വെച്ചാൽ എന്നൊക്കെ മുന്നേ 1000 ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 1000 ചാനൽ തുടങ്ങിയപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ആർക്കും നല്ല സപ്പോർട്ടായിരുന്നു, ആര്യക്കൂട്ടർ വീഡിയോ കാണാറുണ്ട്, അങ്ങനെ ഒരു സപ്പോർട്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് എന്താ വെച്ചാൽ ആരുടെ പോലെയല്ലോ, ആര് കുറച്ചും കൂടി ഇതിലൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് അല്ലെ, ഇത്തിരി കൂടി ആക്റ്റീവും ബോൾഡൊക്കെയാണ്. ഞാനിപ്പോ ഈ ഒരു വർഷമായിട്ട് എന്റെ ഒരു ആകെ ഒരു ചേഞ്ചാ എന്റെ മാറിയിരിക്കണു. അപ്പൊ അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഈ വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടാൻ നിൽക്കണ്ട, അമ്മയ്ക്കൊന്നും പറ്റില്ല, ആര് പിന്നെ ഇതിലൊക്കെ പിടിച്ച്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എന്നെ കുറിച്ചിട്ടാ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു വീട്ടിൽ പോയി ഞാൻ വീഡിയോ എടുത്തു, പിന്നെ അങ്ങനെ മടി പിടിച്ചു, പിന്നെ ആരുണ്ടല്ലോ അപ്പൊ അയാളെ കൂടെ ഒന്നും പിടിച്ചു കയറ്റി പറ്റില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഈ വീട്ടിൽ ഒതുങ്ങിയില്ലോ, ഈ വീട്ടിലായിട്ട് നിന്നപ്പോ തന്നെ മൊത്തത്തിൽ ഞാൻ
ഓരോ കണ്ടന്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഏതോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഇട്ട് തുടങ്ങിയപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടോ, നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല സപ്പോർട്ട് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു ലെവലിൽ ഇതിന് നമ്മൾ യൂട്യൂബിലേക്കായിട്ട് പുതിയ കണ്ടന്റ് ഒന്നും ചെയ്ത് കൂട്ടണ്ട, നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടാൽ മതി എന്ന് അങ്ങനെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് തുടങ്ങിയപ്പോൾ കുറേ പേര് വന്നു, കുറച്ച് ടോക്സിക് പോലുള്ള കമന്റ്സ് വന്നു അല്ലേ, ജോലിക്ക് പോകൂടെ, ഇതിപ്പോ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ തരുന്നത് എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കണം, കുട്ടീനെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, അങ്ങനത്തെ ഒരു ലെവലിലേക്കുള്ള കമന്റ്സ് വന്നു തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് ഇവിടെ കട്ടിട്ടുള്ളൂ, അല്ലാതെ എല്ലാവരോടും എന്നെ പോലെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ലൈഫ് സ്റ്റൈലായിരിക്കും. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലാണ് ഇവിടെ കാട്ടിയത്. ഞാനിപ്പോഴും പറയൂലോ, ആരെങ്കിലും ഇപ്പൊ എന്റെ കസിൻസ് എല്ലാം ഉണ്ട് ഇല്ലേ, മാളൂരോടൊക്കെ ഞാൻ പറയാം എന്താ പഠിച്ചോ, ജോലി വാങ്ങിക്കോ, ജോലി കിട്ടിയ വഴിക്ക് പോയിട്ട് കല്യാണം കഴിക്കേണ്ട. ഒരു 3 വർഷം 4 വർഷം അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ നിങ്ങൾക്ക് ആ ജോലിയിൽ, അതായത് നിങ്ങൾ പഠിച്ച പണിക്ക് പൈസ സമ്പാദിച്ചിട്ട് ആ പൈസ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് കുറച്ച് നാൾ ജീവിക്കുക. അത് കഴിഞ്ഞിട്ട് മാരേജ് ചെയ്താൽ മതി എന്നാണ് ഞാൻ ആരുടെ അടുത്തും പറയാറുള്ളൂ. ഇപ്പൊ എന്റെ കസിൻസിന്റെ അടുത്തായാലും ആരുടെ അടുത്തൊക്കെ ഞാൻ കുറെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പഠിക്കുക, ജോലി വാങ്ങുക. ആ പഠിച്ചതിന്റെ ഒരു കാര്യം എന്താ, നമുക്ക് ആ ജോലിയിൽ നിന്നുള്ള പൈസ കിട്ടുമ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ജീവിക്കും, എന്നിട്ട് മതി മാരേജ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മാരേജ് കഴിഞ്ഞ് എങ്ങനെയായാലും നമ്മുടെ ലൈഫ് ഒന്ന് മാറും, ചെറിയൊരു ചേഞ്ച് എങ്കിലും വരും നമുക്ക്. കാരണം നമുക്ക് ഒരു പാർട്ട്ണറായി ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരും. അപ്പൊ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോണേക്കാൻ മുന്നേ നമ്മൾ നമ്മുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തോന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അത് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്തായാലും പറയാതാണ്. കുറെ പേര് വന്ന് പറയും ചേച്ചിയുടെ ലൈഫ് കാണുമ്പോൾ കൊതിയാവണു, കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാൻ തോന്നുന്നു. മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടരുത് കേട്ടോ. ഞങ്ങളുടെ ലൈഫ് കണ്ടിട്ട് വേഗം ചെന്ന് കല്യാണം കഴിച്ചിട്ട് അതൊന്നും ചെയ്യരുത്. കാരണം ഞങ്ങളിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ ഞങ്ങളായാലും ഇങ്ങനെ ഒരു ലൈഫ് തുടങ്ങിയിട്ട്. അതുവരെ ഞങ്ങളും ജോയിന്റ് ഫാമിലിയും അങ്ങനെയൊക്കെ നടന്നിരുന്നവരാണ്. ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ലൈഫ് കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ഹാപ്പിനെസ് ആണ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരിക്കലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് വിചാരിച്ച് ആരും ഓടി ചെന്ന് കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ഞാൻ എല്ലാവരോടും പറയണ കാര്യം അതാണ്. അപ്പോൾ ഉള്ള സമയം പഠിക്കണ കുട്ടികളാണെങ്കിൽ പഠിക്കുക, ജോലി വാങ്ങുക, ഹാപ്പി ആയിട്ട് നടക്കുക. ഇത്ര തന്നെ. നിമിഷം എന്താ പറയുള്ളൂ? അപ്പൊ എന്താ എല്ലാവരും പറയാ, നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടോളും, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോ നമുക്കൊരു വിഷമാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഞാൻ ഓരോ കമന്റ് വായിക്കുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ നമ്മളെന്താ വെച്ചാൽ നമ്മളതിന് നിൽക്കാറില്ല. ഒരാള് വീടിക്ക് പോയിട്ട് നെഗറ്റീവ് പഠിക്കുക അല്ലെങ്കിൽ അതാണ് ഇതാണ് പറയില്ല. എന്ത് കുറ്റുണ്ടെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിൽ വയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ ആളെ പറഞ്ഞപ്പോ ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും നസ്രിയോടും ഷാഹിമോളോടും പറയാനുള്ളത്, നന്നായി വീഡിയോ ചെയ്യും, സെറ്റാവ്, നമ്മളെക്കാളും മുകളിലെത്ത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അത് പറഞ്ഞു മാത്രം. നിങ്ങൾ പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമം ചിന്തിക്കുക. നിങ്ങൾ വെറുതെ നെഗറ്റീവ് എടുത്തിട്ട് ഇല്ല. നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറയാനുള്ള ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞോണ്ട് നമുക്കൊന്നും വരാൻ പോണില്ല, അത് വേറെ കാര്യം. ഞങ്ങളുടെ ലൈഫ് എന്തോ ഞങ്ങളതാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ പറഞ്ഞോണ്ട് നമ്മൾ മാറാനൊന്നും പോണില്ല. നമ്മളെന്താണ് നമ്മുടെ ലൈഫ് ഇടണം, ആ ലൈഫ് നമ്മൾ ഇടണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ക്രിയേറ്റ് ചെയ്തിടേ പുതിയതായിട്ട് നമ്മള് ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന സംഭവമൊന്നും ഇല്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ഥിരമായി കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്തായാലും നിങ്ങൾ തോന്നുന്നു പറയാ, കമന്റ് പറയാം, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് മോട്ടിവേഷൻ തന്നെയാണ്, നല്ലതായാലും ചീത്താലും പറയാം. പക്ഷെ ടാർഗറ്റ് ചെയ്ത് പറയാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിനെ പറയുള്ളൂ, ആദ്യം സ്റ്റാർട്ടിങ് നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തിരി വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വിഷമമില്ല. കാരണം ഒരു 100 പേര് നല്ലത് പറയുന്നതിൽ 2 പേര് വന്ന് അതിന്ന് ആവശ്യമില്ലാണ്ട് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ നമ്മളോട് കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ല ലെവലിൽ നിൽക്കണമുണ്ട്. മുന്നേ തന്നെ കുറെ നെഗറ്റീവ് വരുമ്പോഴും ഇവൾക്ക് 1-2 കമന്റ് ചേച്ചി വീടി പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ്. അത് ഇവള് മുന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ 2 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവാണ്. അത് അങ്ങനെ നമുക്ക് മെസ്സേജിക്കുമ്പോ നമുക്ക് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പൊ ഒരുപടി നമ്മൾ നല്ല ലെവലിൽ നിൽക്കണോണ്ടാലോ അവര് ആവശ്യമില്ലാണ്ട് കമന്റ് വന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ വീഡിയോ ചെയ്യും, ഇനി ഇടും. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, കുറെ നേരമായി. അപ്പൊ ഞങ്ങളൊന്ന് ചിലപ്പോ ഗുരുവായൂർ കൊണ്ടുവരണ്ടേ, അപ്പൊ എന്തായാലും പാറൊക്കെ കൂട്ടിട്ട് ഗുരുവായൂർ പോകാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ വണ്ടി കിട്ടിയിട്ടില്ല, കാറ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. അഹങ്കാരാണെന്നോ മറ്റേ ജാടയാണെന്നോ കമന്റിന് റീപ്ലൈ കിട്ടാത്തനോ ഒന്നും വിചാരിക്കരുത്. നമുക്ക് ചിലപ്പോൾ തിരക്കിലാവാം, ചിലപ്പോ കുറെ കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ വീഡിയോസ് കുറെ ഇടുന്നുണ്ട്, നമുക്ക് റീപ്ലൈ കിട്ടാത്തതുകൊണ്ടാവും ആക്ക് വിചാരിക്കുക. അല്ലാണ്ട് എങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് ഈ സ്നേഹിക്കുന്നവർ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അല്ലാത്തൊരു പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമുക്ക് സ്ഥിരം കമന്റ് ഇടുന്നവരെ നമ്മളങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതന്നെ അവള് പറഞ്ഞത്. ഇന്നലെ ഡെസ്പായിരിക്കുന്ന ആള് ഈ കമന്റ് ഇട്ടിട്ടാണ്. അപ്പോ എന്താ പറയുക, ശ്രദ്ധിക്കുക. എന്തായാലും ഓക്കെ, ബൈ.